നമസ്കാരം. ഞാൻ ഗ്ലാർമിന പി, അക്കാഡമിക് കൗൺസിലർ, ഇഗ്നോ ആർസി കൊച്ചിൻ 1400. ഇന്നത്തെ നമ്മുടെ ക്ലാസ് BPCC 107 സോഷ്യൽ സൈക്കോളജി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്ലോക്ക് 1 ആണ് തീർത്തത്. അതിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി, ദെൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, അതിൻ്റെ എത്തിക്സ്, തിയറീസ്, ഡിഫറെൻറ്റ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇന്ന് ബ്ലോക്ക് 2 ആണ് നമ്മൾ എടുക്കുന്നത്, സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അതിലെ യൂണിറ്റ് 3യും യൂണിറ്റ് 4ഉം ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. സോ യൂണിറ്റ് 3, സെൽഫ് ആൻഡ് ഇറ്റ്സ്. ഇതിലാദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് സെൽഫ് കോൺസെപ്റ്റ് എന്നുള്ളതാണ്. എന്താണ് സെൽഫ് കോൺസെപ്റ്റ്? നമ്മളെക്കുറിച്ചിട്ടുള്ള നമ്മളുടെ ധാരണ, നമ്മളെക്കുറിച്ചിട്ടുള്ള നമ്മളുടെ ഒരു ആശയമാണ് സെൽഫ് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ ക്ലൂ ടു വാട്ട് ഹി ഓർ ഷീ തിങ്സ് അബൌട്ട് ദം. ഇപ്പം നമ്മളെക്കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, ഈ വ്യക്തിയെക്കുറിച്ചിട്ട് ആ വ്യക്തി സ്വയം എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് സെൽഫ് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് നമുക്കറിയാലോ, നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ കേപ്പബിലിറ്റീസ്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സ്വഭാവം, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി, ഇങ്ങനെ പല ഫാക്ടേഴ്സ് എല്ലാം ചേർന്നിട്ടാണ് നമ്മളൊരു സെൽഫ് കോൺസെപ്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ കേപ്പബിലിറ്റീസ് അനുസരിച്ചും നമ്മളുടെ മറ്റുള്ളവരടുത്തുള്ള ഇൻട്രാക്ഷൻ അനുസരിച്ചും നമ്മളുടെ ഒരു വ്യക്തിത്വം അനുസരിച്ചും ഒക്കെയാണ് നമ്മളുടെ ഈ ഒരു സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. സോ സെൽഫ് കോൺസെപ്റ്റ് ഈസ് ഓൾസോ ഡിപ്പെൻഡൻ്റ് ഓൺ സിറ്റുവേഷൻ. പല സാഹചര്യത്തിൽ നമ്മുടെ സെൽഫ് കോൺസെപ്റ്റിൽ ചില വ്യത്യാസങ്ങൾ വരാറുണ്ട്. അതായത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല സിറ്റുവേഷൻസിലും ചിലപ്പോൾ പല രീതിയിൽ ആക്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ നമ്മളുടെ സെൽഫ് കോൺസെപ്റ്റിലും ചില വ്യത്യാസങ്ങൾ വരാറുണ്ട്. സോ സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ഇരിക്കാറുണ്ട്. അതുപോലെ തന്നെ സെൽഫ് കോൺസെപ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഏതൊരു ഓർഗനൈസേഷനുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെമ്പർഷിപ്പ് ഉണ്ടോ നമ്മൾക്ക്, അല്ലെ ഏതാണ് നമ്മളുടെ ഒരു സംസ്കാരം, എങ്ങനെയാണ് നമ്മൾ വളർന്നു വന്ന ഫാമിലി, എങ്ങനെയാണ്, ഇതിനെല്ലാം നമ്മളുടെ ഒരു സെൽഫ് കോൺസെപ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന സാധ്യതകളുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു സെൽഫ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ സ്വയം ആശയം എന്ന് പറയുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണത് സംഭവിക്കുന്നത്? സോ അവർ ഡെഫിനിഷൻ ഓഫ് സെൽഫ് കോൺസെപ്റ്റ് ഈസ് ഡെവലപ്ഡ് ത്രൂ അവർ എക്സ്പീരിയൻസസ് ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് അതേഴ്സ്. തീർച്ചയായിട്ടും നമ്മളുടെ സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൽ നമ്മൾക്ക് കിട്ടിയ അനുഭവങ്ങളും അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മളുടെ ഇന്ററാക്ഷൻസ്, നമ്മുടെ ഒരു ആശയവിനിമയമാണെങ്കിലും നമ്മളുടെ ഒരു ആ ഒരു സംസാരം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ നമ്മൾ മിങ്കിൾ ചെയ്യുന്നു എന്നതും അനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല തിയറിസ്റ്റും പല കാര്യങ്ങളും ഈ ഒരു സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ചില എക്സ്പ്ലനേഷൻസ് ആണ് നമ്മളോട് പറയുന്നത്. ഒന്ന്, ലുക്കിംഗ് ഗ്ലാസ് സെൽഫ്. ഈ ഒരു ടേമുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. സോ ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിശ്വസിച്ചിരിക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ സെൽഫ് ഇമേജ് ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഫോർ എക്സാമ്പിൾ, എൻ്റെ അച്ഛൻ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നു, എൻ്റെ അമ്മ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നു, അതിനനുസരിച്ച് എൻ്റെ സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ എൻ്റെ ടീച്ചർ എന്നെപ്പറ്റി എന്താണ് വിചാരിക്കുന്നത്, എൻ്റെ ടീച്ചറിന് എന്നെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ്, ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് അനുസരിച്ച് നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ സെൽഫ് ഇമേജ് ഡെവലപ്പ് ചെയ്യുന്നു. അടുത്തത് സോഷ്യൽ കമ്പാരിസൺ തിയറി. സോഷ്യൽ കമ്പാരിസൺ തിയറിയിൽ പറയുന്നത് എപ്പോഴും നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആ വഴിയിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം മറ്റുള്ളവരെ എങ്ങനെയാണ് പല സിറ്റുവേഷൻസിലും റിയാക്ട് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ കഴിവുകൾ എങ്ങനെയാണ്, മറ്റുള്ളവരുടെ കഴിവുകേടുകൾ എങ്ങനെയാണ്, ഇതിനെല്ലാം ആശ്രയിച്ച് നമ്മളുടെ ഒരു സെൽഫ് കോൺസെപ്റ്റും ഡെവലപ്പ് ചെയ്യുന്നു. സോ സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്തിട്ടും ഈ സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ തിയറിയായ സോഷ്യൽ കമ്പാരിസൺ തിയറിയിൽ പറയുന്നത്. സോ അപ്പോൾ മറ്റുള്ളവരായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ സുപ്പീരിയർ ആണെന്ന് തോന്നാം, ചിലപ്പോൾ നമുക്ക് ഇൻഫീരിയർ ആണെന്ന് തോന്നാം, ചിലപ്പോൾ നമുക്കൊരു സിമിലാരിറ്റി തോന്നാം, ചിലപ്പോൾ നമുക്കൊരു ഡിഫറൻസ് തോന്നാം. അപ്പം ഇതെല്ലാം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് വരുന്നത്. സോ അതാണ് സോഷ്യൽ കമ്പാരിസൺ തിയറിയിൽ നമ്മൾ പറയുന്നത്. അടുത്തത് സെൽഫ് എസ്റ്റീം ആണ്. അപ്പോൾ സെൽഫ് കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അടുത്തത് സെൽഫ് എസ്റ്റീം ആണ്. എസ്റ്റീം എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ജഡ്ജ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ. നമ്മളെക്കുറിച്ച് നമ്മളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നമ്മളുടെ ഒരു തീരുമാനം എങ്ങനെയാണെന്നുള്ളതാണ്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ ജഡ്ജ്മെന്റ് ആൻഡ് ഇവാലുവേഷൻസ് വി മേക്ക് ഓഫ് അവർ കോൺസെപ്റ്റ് ഓഫ് സെൽഫ്. നമ്മളെക്കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, ഞാൻ ഒരു സത്യസന്ധനാണോ അതോ അല്ലയോ, അല്ലെങ്കിൽ ഞാനൊരു നല്ല മനുഷ്യനാണോ അതോ അല്ലയോ. അപ്പം ഇങ്ങനെ ഉള്ള നമ്മളുടെ ആ ഒരു
ചിന്തയിൽ നിന്ന് നമ്മളൊരു ജഡ്ജ്മെന്റിലേക്ക് എത്തുന്നു. ആ ജഡ്ജ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽഫ് എസ്റ്റീം എന്ന് നമ്മൾ പറയുന്നത്. നമ്മളെ കുറിച്ചിട്ടുള്ള നമ്മളൊരു ഇവാലുവേഷൻ എങ്ങനെയാണെന്നുള്ള ആണ് സെൽഫ് എസ്റ്റീമിൽ പറയുന്നത്. സോ ഈ സെൽഫ് എസ്റ്റീമും അതെ, അതുപോലെ തന്നെ സെൽഫ് കോൺസെപ്റ്റും അതെ, പല സിറ്റുവേഷൻ അനുസരിച്ചും അതിനൊക്കെ ഓരോരോ ചേഞ്ചസ് വരാവുന്നതാണ്. അപ്പൊ ഞാൻ എത്ര സെൽഫ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും ചില സാഹചര്യത്തിൽ ചിലപ്പോൾ ഞാനും എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മൾ ചിന്തിക്കും, അയ്യോ ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോ, ഞാൻ ഇങ്ങനെ ഒരു വ്യക്തി അല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുക. സോ അപ്പൊ അതാണ് ആ സെൽഫ് എസ്റ്റീമിൽ വരുന്ന ഒരു അങ്ങനെ അല്ലല്ലോ എന്ന് പറയുമ്പോൾ സെൽഫ് എസ്റ്റീമിനെ കുറിച്ചിട്ടാണ് നമ്മളവിടെ പറഞ്ഞത്. ഞാൻ എന്ത് പറ്റി, എനിക്ക് എന്താ പറ്റിയത് എന്ന്, എന്റെ സെൽഫ് കോൺസെപ്റ്റിന് എന്താ പറ്റിയത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥ. സോ അപ്പം സിറ്റുവേഷന് ഒരുപാട് റോൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. സോ സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഐ ആം എ ഗുഡ് റൈറ്റർ, ഞാനൊരു നല്ല എഴുത്തുകാരനാണ് എന്ന് പറയുന്നത്. സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഇവാലുവേഷൻ അനുസരിച്ച് ഐ ഫീൽ പ്രൗഡ്, എനിക്ക് എന്നെ കുറിച്ച് തന്നെ ആലോചിക്കുമ്പോൾ ഒരു മതിപ്പുണ്ട്, ഞാനൊരു നല്ല റൈറ്റർ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഒരു മതിപ്പുണ്ട് എന്ന് പറയുന്ന അവസ്ഥ. അതാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ഫേവറബിൾ ആയിട്ടുള്ള സെൽഫ് കോൺസെപ്റ്റ് ഉള്ളവർക്കാണ് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാവാനുള്ള സാധ്യത. അടുത്തത് സെൽഫ് എഫിക്കസി ആണ്. സോ എഫിക്കസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ എബിലിറ്റി അല്ലേ. അപ്പോൾ it refers to the evaluations that people make about their ability to perform a task within a specific context. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു ടാസ്ക് ചെയ്യുന്നത്, ആ ചെയ്യുന്നതിലൂടെ അയാളുടെ എബിലിറ്റി അയാൾ മനസ്സിലാവുകയാണ്. ആ എബിലിറ്റി വെച്ചിട്ടാണ് നമ്മളൊരു സെൽഫ് എഫിക്കസി ഉള്ള ആളാണോ അല്ലയോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. സോ അപ്പം അതിലും മറ്റുള്ളവരുടെ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. നമ്മളെ റീഇൻഫോഴ്സ് ചെയ്യാനായിട്ടൊക്കെ മറ്റുള്ളവരെ എന്ത് പറയുന്നു, ഞാനിപ്പം ഒരു സ്റ്റേജിൽ ഞാൻ പെർഫോം ചെയ്തു, ഞാൻ പാടി, എൻ്റെ പാട്ട് കൊള്ളാം, അപ്പൊ എനിക്ക് പാട്ട് പാടാനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് നമുക്ക് പറയണമെങ്കിൽ അവിടെ മറ്റുള്ളവരുടെ ഒരു അഭിപ്രായം കൂടി നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പം മറ്റുള്ളവര് ദ ഫീഡ്ബാക്ക് ഓഫ് അവർ പൊട്ടൻറ്റ് ആൻഡ് എബിലിറ്റീസ് ദാറ്റ് വി ഗെറ്റ് ഫ്രം അതേഴ്സ്. അപ്പം മറ്റുള്ളവർ കൈയടിക്കുന്നു, നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ കൈയടിക്കുന്നു, ഡാൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫോമൻസ് വരുമ്പോൾ അവർ കൈയടിക്കുന്നു, വളരെ നന്നായെന്ന് പറയുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ അത് വീണ്ടും നമ്മളുടെ ആ ഒരു സെൽഫ് എഫിക്കസി കൂട്ടാനും നമുക്ക് ഒരു റീഇൻഫോഴ്സ്മെന്റ് ആയിട്ടും അത് സംഭവിക്കുന്നു. സോ ഇഫ് ദ പെർസെപ്ഷൻ ഓഫ് സെൽഫ് ഈസ് പോസിറ്റീവ്, മോർ ഈസ് ദ കോൺഫിഡൻസ് ലെവൽ ആൻഡ് മോർ വിൽ ബി ദ സെൽഫ് എഫിക്കസി. അപ്പൊ നമ്മളെ കുറിച്ചുള്ള നമ്മളുടെ ധാരണ എങ്ങനെയാണോ അത് എത്രത്തോളം പോസിറ്റീവ് ആണോ അതനുസരിച്ച് നമുക്ക് കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നു, അതനുസരിച്ച് നമ്മുടെ സെൽഫ് എഫിക്കസി കൂടുന്നു. സോ സെൽഫ് കോൺസെപ്റ്റ്, സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് എഫിക്കസി, ഈ 3 ടേംസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. അടുത്തത് കോഗ്നിറ്റീവ് ആൻഡ് മോട്ടിവേഷണൽ ബേസിസ് ഓഫ് സോഷ്യൽ ആൻഡ് പേഴ്സൺ പെർസെപ്ഷൻ. സോ ഇതിൽ പറയുന്നത് നമ്മളെ സോഷ്യൽ പെർസെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമൂഹം അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു ഉള്ളതാണ്. ദെൻ പേഴ്സൺ പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും, നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് പേഴ്സൺ പെർസെപ്ഷൻ. സോ ഇതിലെല്ലാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ എങ്ങനെയാണ് നമ്മളൊരു സോഷ്യൽ പെർസെപ്ഷൻ, നമ്മളെ കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, ആ ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിലുള്ള ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തെ നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത്. സോ ഇറ്റ്സ് എ പ്രോസസ്സസ് ത്രൂ വിച്ച് വി കളക്ട് ദ ഇൻഫർമേഷൻ. അപ്പൊ നമ്മൾക്ക് പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുകയാണ്. സോ ഇപ്പൊ ഒരു മാരേജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫംഗ്ഷനെ പറ്റിയിട്ടുള്ള പല ഇൻഫർമേഷൻസും നമ്മൾ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മളത് പ്രോസസ്സ് ചെയ്യുന്നു, പിന്നെ നമ്മൾ അതിന് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തിട്ട് ഒടുവിൽ നമ്മളൊരു ഇന്റർപ്രിട്ടേഷനിൽ എത്തുകയാണ്, ഫംഗ്ഷൻ വാസ് ഗുഡ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷനിലേക്ക് ഫൈനലി എത്തുകയാണ്. സോ അങ്ങനെ അതിൽ നമ്മളുടെ ആ ഒരു കോഗ്നിറ്റീവ് ലെവലിൽ നമ്മുടെ ഒരു ഹയർ മെന്റൽ പ്രോസസ്സസ് എല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ബട്ട് ദ ഇൻഫർമേഷൻ ടേൺസ് ഔട്ട് ദ വേ ഇൻ വിച്ച് ഇറ്റ് പ്രൊട്ടക്ട്സ് വൺ സെൽഫ് എസ്റ്റീം. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മളുടെ ഒരു ധാരണ ഫംഗ്ഷൻ പൊതുവെ നല്ലതായിരിക്കില്ല കേട്ടോ എന്നാണ് നമ്മളുടെ ഒരു മുൻധാരണയെങ്കിൽ അതനുസരിച്ച് എൻ്റെ ചിന്തയിലും വ്യത്യാസം വരും. സോ അപ്പൊ അവിടെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും നമ്മൾ പറയും, ഇല്ല അവിടെ അങ്ങനെ ഒരു കാര്യം നടന്നല്ലോ, അപ്പൊ ഞാൻ പ്രതീക്ഷ പോലെ തന്നെയാണ് സംഭവിച്ചത് എന്ന് നമ്മൾ പറയുന്ന ഒരു സാഹചര്യം. സോ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി നമ്മുടെ നഷ്ടപ്പെടുന്ന, ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ അവിടെ ഇല്ലാതെ പോകുന്നു. അതിനെയാണ് നമ്മൾ ബയസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ but the information turns out the way in which it protects one's self-esteem, leading to various bias in
അവർ ആട്രിബ്യൂഷൻ പ്രോസസ്സ്. അപ്പൊ ഇതിലെ കോൺട്രിബ്യൂട്ട് ചെയ്ത ഫാക്ടറാണ് സ്കീമ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പെർട്ടിക്കുലർ വ്യക്തി, ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ധാരണയുണ്ട്. ആ ധാരണയ്ക്ക് അനുസരിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്, നമ്മുടെ സെൽഫ് എസ്റ്റീമിന് ഒന്നും അത് ബാധിക്കുന്നില്ല. അതായത് ഞാൻ എന്താണ് ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് ശരിയെന്ന് പറയും. പക്ഷെ അവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിയുമ്പോൾ നമ്മൾ അയ്യോ ഇങ്ങനെയല്ലല്ലോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ നമ്മളിൽ വരികയാണ്. സോ എപ്പോഴും സ്കീമാസ് എത്രത്തോളം ഡെവലപ്പ് ചെയ്ത് എത്രത്തോളം ഫ്ലെക്സിബിൾ ആവണോ അത്രത്തോളം നമ്മുടെ ലൈഫിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സോ അപ്പം ഒരു കോഗ്നിറ്റീവ് ബേസിസ് എന്ന് പറയുന്നത് അവിടെ നമ്മളുടെ ഇമോഷണൽ സ്റ്റേറ്റ്, നമ്മുടെ മോട്ടീവ്സ്, നമ്മളുടെ ഗോൾസ് ഇതെല്ലാം ഇവിടെ എഫക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ദെൻ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ഇംപ്രഷൻ ഫോർമേഷൻ ആണ്. സോ ഇംപ്രഷൻ ഫോർമേഷൻ, എന്താണ് ഇംപ്രഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്? ഇംപ്രഷൻ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഡീൽസ് വിത്ത് ദ പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇംപ്രഷൻ അബൌട്ട് അതേഴ്സ്. മറ്റുള്ളവരെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള നമ്മുടെ അഭിപ്രായം എന്താണ്, അതാണ് നമ്മളുടെ ഇംപ്രഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഡീൽസ് വിത്ത് ദ പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇംപ്രഷൻ അബൌട്ട് അതേഴ്സ്. സോ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, ഈ വ്യക്തി നല്ലതാണ് അല്ലെങ്കിൽ ഈ വ്യക്തി മോശമാണ്, ഈ വ്യക്തിക്ക് കഴിവുണ്ട്, ഈ വ്യക്തിക്ക് കുറച്ച് ലേശം കഴിവ് കുറവാണ് എന്നൊക്കെ നമ്മൾ ആ ഒരു ധാരണ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനാണ് ഇംപ്രഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്, മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള. സോ അവിടെ നമ്മളുടെ ബിലീവ്സ്, അതുപോലെ മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മളുടെ ഇവാലുവേഷൻസ്, ഇതെല്ലാം ഈ ഒരു പ്രോസസ്സിൽ സംഭവിക്കുന്നു. ഇറ്റ് റെഫേഴ്സ് ദ പ്രോസസ് ത്രൂ വിച്ച് വി കമ്പൈൻ ഡൈവേഴ്സ് ഇൻഫർമേഷൻ അബൌട്ട് അതർ പേഴ്സൺസ്. ഒരു വ്യക്തിയെ മോശമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തി നല്ലതാണ് എന്ന് നമ്മൾ പറയാനായിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. ലൈക്ക് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് ഒടുവിലാണ് നമ്മളൊരു ഫൈനൽ ഇംപ്രഷനിലേക്ക് എത്തുന്നത്, ദാറ്റ് ദിസ് പേഴ്സൺ ഈസ് എഫിഷ്യൻറ്റ് ഫോർ ദിസ് ജോബ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫൈനൽ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നത് ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷമാണെന്നാണ് പറയാം. എങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് ചില പാളിച്ചകൾ സംഭവിക്കാറുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളിലെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ആർക്കും ആരെയും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ആർക്കും ആരെയും പൂർണ്ണമായിട്ടും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരു വീട്ടിൽ താമസിക്കുന്ന അച്ഛനും മകനും തമ്മിൽ മനസ്സിലാവുന്നില്ല, മകൻ അച്ഛനെ മനസ്സിലാവുന്നില്ല. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിൽ എവിടെയൊക്കെയോ കുറവുകൾ വരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു മുൻവിധികൾ ഇതിനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ത്രൂ വിച്ച് വി കമ്പൈൻ ഡൈവേഴ്സ് ഇൻഫർമേഷൻ അബൌട്ട് അതർ പേഴ്സൺസ്. സോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നവരെ മനസ്സിലാകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾക്ക് പുറമേ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് എത്ര ലിമിറ്റഡ് ആണെന്ന് നമ്മൾ വിചാരിക്കണം, മനസ്സിലാക്കണം. സോ അതിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവ് വെച്ചിട്ട് നമ്മളൊരു ഇംപ്രഷൻ ഒരു വ്യക്തിയെ കുറിച്ച് ഉണ്ടാക്കുമ്പോൾ അതിന് പാളിച്ചകൾ വരാനുള്ള സാധ്യതകളും ഉണ്ടെന്നാണ് പറയുന്നത്. സോ അതാണ് ഇംപ്രഷൻ ഫോർമേഷനിൽ പറയുന്നത്. സോ ഇംപ്രഷൻ ഫോർമേഷനിൽ പല പാളിച്ചകൾ സംഭവിക്കാറുണ്ട്. എങ്ങനെയാണെങ്കിലും ചില ബേസിക് അല്ലെങ്കിൽ ചില സിമ്പിൾ അതുപോലെ ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യാറുണ്ട് വൈൽ വി ഫോം ആൻ ഇംപ്രഷൻ അബൌട്ട് അതർ പേഴ്സൺ. സോ ഒന്നെന്ന് പറയുന്നത്, നമ്മൾ പെട്ടെന്ന് തന്നെ ആളുകളെ കുറിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ചിലപ്പോൾ ആ തീരുമാനങ്ങൾ വളരെ ശരിയാവാം, ചിലപ്പോൾ അത് തെറ്റാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം പെട്ടെന്ന് കിട്ടിയ ആ ഒരു തീരുമാനം വെച്ചിട്ട് ആ വ്യക്തി മൊത്തത്തിൽ അവരുടെ എല്ലാ നമ്മൾക്ക് അറിവില്ലാത്ത പല ട്രേഡ്സിനെ കുറിച്ചിട്ടും നമ്മളൊരു തീരുമാനത്തിലെത്തുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വ്യക്തി നമ്മളെ കാണുമ്പോൾ ഒരുപാട് സംസാരിക്കുന്നു, ചിരിച്ചു വർത്തമാനം പറയുമ്പോൾ നമ്മൾക്ക് നോർമൽ ചിന്തിക്കുക ആ വ്യക്തി നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളായിരിക്കും നമ്മളുടെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ വരികയാണ്. അവർ വേറെ ആളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഒടുവിൽ നമ്മളൊരു ഹെൽപ്പ് ചോദിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വ്യക്തി ഒരു സോഷ്യൽ ബീയിങ് ആണ്, പക്ഷെ അങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഈ വ്യക്തിക്ക് ഇല്ലാന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ അവിടെ ഒരു എററാണ്, നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഇംപ്രഷനിൽ വന്ന ഒരു എററാണ് അവിടെ സംഭവിക്കുന്നത്. സോ പീപ്പിൾ ഫോം ഇംപ്രഷൻസ് ഓഫ് അതേഴ്സ് ക്വിക്ക്ലി, go on to infer about general traits about them. സോ അതിനാണ് ഇംപ്ലിസിറ്റ് പേഴ്സണാലിറ്റി തിയറി എന്ന് പറയുന്നത്. അടുത്തത്, ആളുകളെ നമ്മൾ
ഏതെങ്കിലും ഒരു യുണീക്ക് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ അവരൊരു ഡ്രസ്സിങ് ആയിരിക്കാം, ഡ്രസ്സിങ് മാത്രം വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരൊരു ഹെയർ സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവര് മറ്റുള്ളവരടുത്ത് സംസാരിക്കുന്നത് വെച്ചുകൊണ്ട് മാത്രം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫീച്ചർ കണ്ടിട്ട് അതിനെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ ചിന്തിച്ചിട്ട് ബാക്കി എല്ലാത്തിനും ആ ഒരു ഫാക്ടറിനെ വെച്ച് നമ്മൾ കണക്കാക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. സോ അതാണ് ഒരു കാര്യം പറയുന്നത്. സോ അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു കാര്യം സംഭവിക്കുമ്പോൾ അതിന് വെയിറ്റേജ് നമ്മൾ കൂടുതൽ കൊടുക്കുന്ന ഒരു അവസ്ഥ വൈൽ ഫോമിങ് ഇംപ്രഷൻ. അടുത്തത്, നമ്മൾ എപ്പോഴും ഒരു സാഹചര്യത്തിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്ന ഒരു അവസ്ഥ. ഇപ്പൊ നമ്മൾക്ക് ഫേവറബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ അവന്റെ സാഹചര്യമാണ് അവനെ അങ്ങനെ ആക്കിയത് എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ന്യായീകരിക്കുന്ന ഒരു അവസ്ഥകൾ വരാറുണ്ട്. സോ ആ എക്സ്റ്റേണൽ ആട്രിബ്യൂഷൻ എന്നാണ് ഇതിന് പറയുന്നത്. അവിടെ ആ ബിഹേവിയറിനെ ഒറ്റയ്ക്ക് നിർത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കാതെ ആ ബിഹേവിയർ ഇന്ന സാഹചര്യം വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് നമ്മളൊരു ന്യായീകരണം പറയുമ്പോൾ അത് ചിലപ്പോഴൊക്കെ അതിനൊരു ഫേവറബിൾ ആയിരിക്കാം, ചിലപ്പോൾ അത് ആ വ്യക്തിയെ പലപ്പോഴും നമ്മൾ ന്യായീകരിച്ച് മുമ്പോട്ട് പോകുന്നൊരു സ്റ്റേജും വരാനുള്ള സാധ്യതയുണ്ട്. സോ അതാണ് മൂന്നാമത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്തത്, വി ഓർഗനൈസ് അവർ പെർസെപ്ഷൻസ് ബൈ കാറ്റഗറൈസിങ് ഓർ ഗ്രൂപ്പിംഗ് സ്റ്റിമുലൈ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു വൈറ്റ് കോട്ട് ഇട്ട് ഒരു വ്യക്തിയെ കാണുമ്പം ആള് ഡോക്ടർ ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. പക്ഷേ വൈറ്റ് കോട്ട് ഇട്ട് എല്ലാവരും ഡോക്ടേഴ്സ് ആവണം എന്നില്ല, അല്ലെ? സോ അവര് ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് കാണാതെ അവര് ഒരു ഗ്രൂപ്പിന്റെ മെമ്പർ ആണ്, അല്ലെങ്കിൽ ഇന്നൊരു ഗ്രൂപ്പിന്റെ ഒരു മെമ്പർ ആയിട്ട് നമ്മൾ അവരെ തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥ. സോ അങ്ങനെയും നമ്മൾ പെർസെപ്ഷൻസ് ഫോം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇംപ്രഷൻ ഫോം ചെയ്യാറുണ്ട്. പിന്നെ ചില സമയത്ത് ഇത് നമുക്കൊരു ക്ലൂ ആയിട്ടും വർക്ക് ചെയ്യാറുണ്ട്. ഇന്നൊരു ഡ്രസ്സ് ഇട്ടിരിക്കുമ്പോൾ അപ്പൊ ഇന്നതായിരിക്കാം എന്നുള്ളൊരു, അപ്പൊ ഒരു മെന്റൽ ഷോർട്ട് കട്ട് ആയിട്ടും ഈ ഒരു കാര്യം വർക്ക് ചെയ്യാറുണ്ട്. Then we use cognitive structure to make sense of people's behavior. So if you come across women doctor, നമ്മളൊരു വിമൻ ഡോക്ടറെ കാണുമ്പോൾ നമ്മൾക്ക് വി യൂസ് അവർ ഇൻഫർമേഷൻ അബൌട്ട് ഡോക്ടർ മോർ. അപ്പൊ നമ്മളുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്താണ് ഈ ഡോക്ടറിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ വിമൻ ഡോക്ടർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നത് വെച്ചിട്ടാണ് നമ്മൾ ആ വ്യക്തിയുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിനെ നമ്മൾ അല്ലെങ്കിൽ ബിഹേവിയറിന്റെ കാരണം നമ്മൾ തേടുന്നത്. അപ്പം ഈ വ്യക്തി എങ്ങനെയാണ് ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ ഈ വ്യക്തിയെ മാത്രമായിട്ട് കാണാതെ വിമൻ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കൺസെപ്ഷനിൽ, അങ്ങനെ ഒരു അസംഷനിൽ നമ്മൾ മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥ. അങ്ങനെ നമ്മൾ ഇംപ്രഷൻ ഫോം ചെയ്യാറുണ്ട്. പിന്നീട് ലാസ്റ്റ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ പെർസീവർ, അതായത് ഇപ്പൊ ഞാനാണ് ആ ഇംപ്രഷൻ ഫോം ചെയ്യുന്നത് ഒരു വ്യക്തിയെ പറ്റിയിട്ടെങ്കിൽ അവിടെ എൻ്റെ നീഡ്സും എൻ്റെ പേഴ്സണൽ ഗോൾസും അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. സോ ഇംപ്രഷൻ ഫോർമേഷന്റെ 6 ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇംപ്രഷൻ ഫോർമേഷന്റെ പല ഫാക്ടേഴ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുമ്പോൾ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മളൊരു ഇംപ്രഷൻ ഉണ്ടാക്കുമ്പോൾ അവിടെ നമ്മൾക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തി നമ്മുടെ അടുത്ത് പറയാണ്, ഈ വ്യക്തി നല്ലതാണ് കേട്ടോ, ഇവര് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോലിയിൽ നിർത്താം, അല്ലെങ്കിൽ ഇവരുടെ കൂടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യാത്ര പോകാം എന്ന് നമ്മുടെ അടുത്ത് നമുക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തി പറയുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ആ ഒരു വിശ്വാസത്തിന് നമ്മൾ വെയിറ്റേജ് കൊടുത്തിട്ട് നമ്മൾ ഇംപ്രഷൻ ഫോം ചെയ്യാറുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നേച്ചർ, അതായത് ഇപ്പം ഒരു ക്ലാസ്സിൽ 30 പേരുണ്ടെങ്കിൽ ആ 30 പേരും 29 പേരും ചിരിച്ചിരിക്കുന്നു, വേറെ ഒരു വ്യക്തി മാത്രം മുഖം വാടിയിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനാണ് കൂടുതലും വെയിറ്റേജ് നമ്മൾ കൊടുക്കുക. സോ അതാണ്. അപ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ അയ്യോ ഈ കുട്ടി മാത്രം എന്താണ് ഇങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ അവിടെ എല്ലാ കുട്ടികളുടെയും മുഖം ഏകദേശം ഇതുപോലെയാണ്, നമുക്ക് ഈ ഒരു കുട്ടിക്ക് കൂടുതൽ വെയിറ്റേജ് നെഗറ്റീവ് ആയിട്ടുള്ള ഇംപ്രഷൻ കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. ദെൻ അൺയൂഷ്വൽ ആൻഡ് എക്സ്ട്രീം ബിഹേവിയർ. ദെൻ പ്രൈമസി എഫക്ട്, നമുക്ക് ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ എന്താണ് അതിന് നമ്മൾ കൂടുതൽ വെയിറ്റേജ് നമ്മൾ കൊടുക്കുന്നു. അതിനാണ് നമ്മൾ പറയാം ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ഈ പ്രൈമസി എഫക്റ്റിനെ ബേസ് ചെയ്ത്. അതുപോലെ തന്നെ അടുത്ത സ്റ്റേജാണ് റീസൻസി എഫക്റ്റ്. അവിടെ ഒരു സെക്കൻഡ് ഇവാലുവേഷൻ, ലാസ്റ്റ് ഇവാലുവേഷൻ നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നതാണ് റീസൻസി എഫക്റ്റ്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഇംപ്രഷൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ചില സമയത്ത് നമ്മളുടെ ഇംപ്രഷൻ, അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയെ പറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഇംപ്രഷൻ ചിലപ്പോൾ തെറ്റിപ്പോവാറുണ്ട്, അല്ലെങ്കിൽ റോങ് ആയി പോവാറുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ റീസൺസ് പറഞ്ഞു? ഞാൻ നേരത്തെ പറഞ്ഞു, വി ഓഫൺ സീ പീപ്പിൾ ഇൻ എ ലിമിറ്റഡ് നമ്പർ ഓഫ് സിറ്റുവേഷൻസ്. നമ്മൾ ആളുകളെ കാണുന്നത് വളരെ കുറച്ച് മാത്രമാണ്. നമ്മളൊരു ഇംപ്രഷൻ ഉണ്ടാക്കുമ്പോൾ ആ വ്യക്തിയെ പറ്റി, അല്ലെങ്കിൽ ആ വ്യക്തി ആയിട്ടുള്ള
കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം നമ്മൾക്ക് ഇൻട്രാക്ഷൻ ഉണ്ട്, അതനുസരിച്ച് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ഇംപ്രഷൻ ഫോം ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ കാണുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പർ ഓഫ് സിറ്റുവേഷൻസിലാവുമ്പം അവിടെ നമ്മുടെ ഇംപ്രഷൻസ് തെറ്റായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ്സായി പോകുന്നു. അടുത്തത് ഒരു കൺഫർമേറ്റീവ് ബേസിസിൽ പറയുകയാണ്, ഇപ്പം 10 പേരിനകത്ത് 9 പേരും പറയാണ് ഈ വ്യക്തി കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇംപ്രഷൻ അതനുസരിച്ച് നമ്മൾ എടുത്തു പോകുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. സോ വെൻ എവ്രി വൺ ഈസ് റോങ്, അപ്പൊ എല്ലാവരും റോങ് ആവുന്ന സാഹചര്യങ്ങളും വരാം, എന്നുകൂടായികയില്ല. പക്ഷെ അവിടെ ആ ഒരു സാധ്യത നമ്മൾ റിയലൈസ് ചെയ്യാതെ പോകുന്നു. ബിക്കോസ് എല്ലാവരും തെറ്റെന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും തെറ്റുണ്ടാവാം എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥ. ദെൻ അടുത്തത് സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി. ഞാൻ ആദ്യമേ തന്നെ വിചാരിച്ചിരുന്നു ഈ കുട്ടി പഠിക്കില്ല, ഇവൻ ഉഴപ്പനാണെന്ന് ഞാൻ വിചാരിച്ചു, അതുപോലെ തന്നെ സംഭവിച്ചു എന്ന് പറയാനാണ് സാധ്യതകൾ കൂടുതൽ വരിക. അതുപോലെ തന്നെ നേരെ തിരിച്ചും, ഇവൻ പഠിക്കുന്ന കുട്ടിയാണ്, ഇവൻ മിടുക്കനാണെന്ന് ടീച്ചർ ഒരിക്കൽ ചിന്തിച്ചാൽ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്താ ചിന്തിച്ചാൽ അതനുസരിച്ച് സംഭവിക്കാൻ വേണ്ടി നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ കുട്ടിയെ റീഇൻഫോഴ്സ് ചെയ്യുന്നു. കുട്ടി മിടുക്കനായ അല്ലെങ്കിൽ കുട്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് കാണാനും ശ്രമിക്കുന്നു. ഒടുവിൽ കുട്ടി ഞാൻ പറഞ്ഞതുപോലെ ആയില്ലേ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അതിനാണ് സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസീസ് എന്ന് പറയാറ്. സോ ഈ 3 റീസൺസ് ആണ് പൊതുവെ നമ്മളുടെ ഇംപ്രഷൻ എന്തുകൊണ്ട് മോശമായി പോകുന്നു എന്ന് പറയുന്നതിന്റെ റീസൺസ് ആയിട്ട് പറയുന്നത്. അടുത്തത് ഇംപ്രഷൻ മാനേജ്മെന്റ് ആണ്. സോ ഇംപ്രഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ എന്ത് ധാരണ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നു എന്നുള്ളതാണ് ഇംപ്രഷൻ ഫോർമേഷനിൽ പറയുന്നത്. ഇംപ്രഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്നെ പറ്റിയിട്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എന്നെ പറ്റിയിട്ടുള്ള ഒരു ഇംപ്രഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പം നമ്മളെ പറ്റിയിട്ട് മറ്റുള്ളവർ നന്നായി പറയണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം പറയുന്നത് ഫൈൻ ആർട്ട് ഓഫ് ലുക്കിംഗ് ഗുഡ്, നമ്മളെ നന്നാക്കി കാണിക്കാനുള്ള ഒരു പ്രോസസ്സിനെയാണ് ഇംപ്രഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ നമ്മളെ കുറിച്ച് നമ്മൾ മറ്റുള്ളവർ ഒരു ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 2 രീതിയിലാണ് മെഷേഴ്സ് എടുക്കാറ്. ഒന്ന് സെൽഫ് എൻഹാൻസ്മെന്റ് ടാക്ടിക്സ്, അടുത്തത് അതർ എൻഹാൻസ്മെന്റ് ടാക്ടിക്സ്. ഇങ്ങനെ 2 ടാക്ടിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കാറ്. അതിൽ സെൽഫ് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത് എഫേർട്ട് ടു ഇൻക്രീസ് ദെയർ അപ്പീൽ ടു അതേഴ്സ്, ആൻഡ് അതർ എൻഹാൻസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫേർട്ട് ടു മേക്ക് ദ ടാർഗറ്റ് പേഴ്സൺ ഫീൽ ഗുഡ് ഇൻ വേരിയസ് വേസ്. അങ്ങനെയാണ് 2 രീതിയിൽ. അപ്പൊ ഒന്ന് സെൽഫ് എൻഹാൻസിങ് ടെക്നിക്സ് ആണ്. അപ്പം അതിൽ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ സ്മൈൽ ചെയ്യുന്നു, അതുപോലെ ഒരു ഹൈ ലെവൽ ഓഫ് ഐ കോണ്ടാക്ട് നമ്മൾ വെക്കുന്നു, നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അപ്പൊ നമ്മളുടെ ഡ്രസ്സിങ് ആയാലും പേഴ്സണൽ ഗ്രൂമിങ് അല്ലെങ്കിൽ വേരിയസ് ആയിട്ടുള്ള പ്രോപ്സ് ലൈക്ക് അപ്പം ഐ ഗ്ലാസസ് ഒക്കെ വെക്കുക, അപ്പം സ്റ്റൈലിഷ് ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള ഇവന്റ്സുമായിട്ട് നമ്മളെ തന്നെ അസോസിയേറ്റ് ചെയ്യുന്നു. മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള ആളുകളുമായിട്ട് നമ്മൾ അസോസിയേറ്റഡ് ആണെന്ന് പറയുന്നു. സോ അങ്ങനെയും നമുക്ക് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സെൽഫ് എൻഹാൻസിങ് ടാക്ടിക്സ് എന്ന് പറയുന്നത്. അടുത്തത് അതർ എൻഹാൻസിങ് ടാക്ടിക്സ് ആണ്. അതർ എൻഹാൻസിങ് ടാക്ടിക്സിൽ വരുന്നത് മറ്റുള്ളവരെ പുകഴ്ത്തിക്കൊണ്ട് നമ്മളുടെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ്. മറ്റുള്ളവരെ പുകഴ്ത്തുക എന്ന് പറയുന്നത് ഫ്ലാറ്ററി, അതാണ് ഒരു കാര്യം നമ്മൾ ചെയ്യാറ്. അടുത്തത് എഗ്രീയിങ് വിത്ത് ടാർഗറ്റ് പേഴ്സൺ. ശരിയാണ്, മാഡം പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ ടീച്ചർ പറയുന്നത് ശരിയാണ് എന്ന് പറയുമ്പം ആ കുട്ടിയോട് ടീച്ചറിന് ഒരു താല്പര്യം വരുന്നു. അത്തരത്തിലുള്ള അങ്ങനെ ഇപ്പൊ ബോസിനോടാണെങ്കിലും അപ്പൊ അങ്ങനെ പറയുമ്പം ആ ബോസിന് ആ ഒരു എംപ്ലോയിയുടെ അടുത്ത് കൂടുതലായിട്ടുള്ളൊരു ഫേവറബിൾ ആയിട്ടുള്ളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. സോ ഫ്ലാറ്ററി, എഗ്രീയിങ് വിത്ത് ടാർഗറ്റ് പേഴ്സൺ, ഷോയിങ് ഇൻട്രസ്റ്റ് ഇൻ ദം ആൻഡ് പ്രൊവൈഡിങ് ദം സ്മോൾ ഗിഫ്റ്റ്സ് ഓർ ഫേവേഴ്സ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ്സുകൾ നമ്മൾ കൊടുക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് താല്പര്യമുണ്ടെന്ന് അറിയിക്കുന്നു, അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, എഗ്രി ചെയ്യുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ വളരെ നല്ല അവരെ കുറച്ചുകൂടി പുകഴ്ത്തുന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ടും നമ്മൾക്ക് ഇംപ്രഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ അതർ എൻഹാൻസിങ് ടാക്ടിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 രീതിയിൽ നമ്മൾ ഇംപ്രഷൻ മാനേജ്മെന്റ് നടത്താറുണ്ട്. ഇംപ്രഷൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് അറ്റംപ്റ്റ്. അപ്പൊ അവിടെ നമ്മളുടെ ഒരു
ഇമേജിനെ, റിയൽ ഇമേജിനെ ചിലപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്തും വെക്കാറുണ്ട്. സോ അത് കോൺഷ്യസ് ആയിട്ടോ അല്ല അൺകോൺഷ്യസ് ആയിട്ടോ ഒരു അറ്റംപ്റ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മളുടെ ഒരു റിയൽ ഇമേജിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ നമ്മളൊരു കൺട്രോൾ ചെയ്തിട്ടും ഒരു ഫേവറബിൾ ഇമേജ് ആണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ ആ രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഇംപ്രഷൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് അറ്റംപ്റ്റ് to control images that are projected in real or imagined social interactions. അടുത്തത് തിയറീസ് ഓഫ് സെൽഫ് പ്രസന്റേഷൻ. എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്, നമ്മളെ തന്നെ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചുള്ള 3 തിയറീസ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഒന്ന് സിംബോളിക് ഇന്ററാക്ഷനിസം. അപ്പം ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇതിനകത്തൊരു എക്സാമ്പിൾ, ദേ ഹാവ് സ്ട്രെസ് ദാറ്റ് ദ പാർട്ടിസിപ്പൻസ് ഇൻ സോഷ്യൽ ഇന്ററാക്ഷൻസ് ട്രൈ ടു ടേക്ക് ദ റോൾ ഓഫ് അതേഴ്സ് ആൻഡ് സീ ദംസെൽസ് ആസ് അതേഴ്സ് സീ ദം. ഇപ്പം ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി അവര് ഇപ്പൊ ഏതെങ്കിലും ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ആ പെർട്ടിക്കുലർ പ്ലേസിലെ ആളുകൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു, അവരുടെ രീതിയിലുള്ള ട്രഡീഷണൽ ഡ്രസ്സസ് നമ്മൾ ധരിക്കുന്നു. അതുപോലെ അവിടെയുള്ള ലോക്കൽ ഭാഷകൾ, ലോക്കൽ ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ നമ്മളുടെ സെൽഫ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഫേവറബിൾ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. മറ്റുള്ളവർക്ക് നമ്മളെ പറ്റിയിട്ടും ഉള്ളൊരു പ്രസന്റേഷൻ, സെൽഫ് പ്രസന്റേഷനും വളരെ നന്നായി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ രീതിയിലൊരു സിംബോളിക് ആയിട്ടുള്ള ഇന്ററാക്ഷനിസം ആണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മൾ സ്റ്റേജ് ഷോസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, അവരുടെ ഭാഷയിൽ ഏത് ആളുകളുമായിട്ടാണ് നമ്മൾ ആ ഒരു ഇന്ററാക്ഷൻ വരുന്നത്, അവരുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അവിടെ കൂടുതൽ നമ്മൾക്കൊരു ഫേവറബിൾ ആയിട്ടുള്ളൊരു സെൽഫ് പ്രസന്റേഷന്റെ ഒരു പോസിബിലിറ്റി കാണുന്നു. സോ അതാണ് സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന് പറയുന്നത്. അടുത്തത് തിയറി ഓഫ് സെൽഫ് പ്രസന്റേഷൻ. ഇതിൽ നമ്മൾ പറയുന്നത് എപ്പോഴും ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഇതൊരു ലൈവ് പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ എന്താണ് മറ്റുള്ളവരടുത്ത് സംസാരിക്കേണ്ടത്, നമ്മുടെ വെർബൽ ആൻഡ് നോൺ വെർബൽ ആക്ട്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾക്ക് മുന്നേ തന്നെ നമ്മളുടെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ആ സ്ക്രിപ്റ്റിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ നമുക്കൊരു മ്യൂച്വൽ കമ്മിറ്റ്മെന്റ് ആണ്. നമ്മൾ ആരോട് സംസാരിക്കുന്നു അവരും നമ്മളുമായിട്ടുള്ളൊരു മ്യൂച്വൽ കമ്മിറ്റ്മെന്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. അവിടെ നമ്മൾ രണ്ടുപേരും നമ്മളുടെ മുഖം അവിടെ രക്ഷിക്കുന്നുണ്ട്. സോ വി ആർ ട്രൈ ടു മെയിൻറ്റെയിൻ എ ഫേസ്. അപ്പൊ ഈ മെയിൻറ്റെയിനിങ് ഫേസ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സെൻസിൽ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അവിടെ ഒരു മ്യൂച്വൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അവിടെ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ ആ ഒരു ഫേസ് എന്തെങ്കിലും ഒരു ത്രെട്ടൺ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. സോ അതാണ് തിയറി ഓഫ് സെൽഫ് പ്രസന്റേഷനിൽ പറയുന്നത്. അടുത്തത് സിറ്റുവേറ്റഡ് ഐഡന്റിറ്റീസ് തിയറി. നമ്മളെ ഒരേ വ്യക്തി തന്നെയാണെങ്കിലും ആ വ്യക്തി ഓരോ സാഹചര്യം അനുസരിച്ചും പല രീതിയിൽ എന്ന് പറയുന്നത് ഒരു ഫ്രോഡ് ലെവൽ അല്ലാതെ പല രീതിയിലും പല സിറ്റുവേഷനിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു കോളേജ് പ്രൊഫസർ ആണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സെമിനാറിൽ ഒരു പേപ്പർ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം വളരെ ഹൈലി അക്കാഡമിക് ഐഡന്റിറ്റിയാണ് അദ്ദേഹത്തിന് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ഇപ്പൊ ഒരു കോളേജിൽ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്താണ് വളരെ കുറച്ചും കൂടി ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിലേക്കല്ല, അവരുടെ ഒരു കൊളീഗ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ട്സിന്റെ ഒരു സർക്കിളിലേക്ക് പോകുമ്പോൾ വളരെ കാഷ്വൽ അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. സോ ഇതിനെയാണ് നമ്മുടെ സിറ്റുവേറ്റഡ് ഐഡന്റിറ്റീസ് തിയറി. അപ്പൊ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളുടെ ഐഡന്റിറ്റീസിൽ കുറച്ചൊക്കെ ചേഞ്ചസ് വരാറുണ്ട്. സോ ഞാൻ ഇങ്ങനെ പെരുമാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഒരേ രീതിയിൽ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫ്ലെക്സിബിൾ അല്ലാത്തൊരു വ്യക്തിയായിട്ട് ഉള്ളൊരു പ്രസന്റേഷനാണ് അവിടെ നമ്മൾ സംഭവിക്കുക. സോ ഒരു സെൽഫ് പ്രസന്റേഷൻ പോസിറ്റീവ് അല്ലെങ്കിൽ ഫേവറബിൾ ആവാനായിട്ട് ഇത്തരത്തിലുള്ള സെൽഫ് ഐഡന്റിറ്റീസ് തിയറി വർക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷെ ഈ പറഞ്ഞ തിയറീസ് എല്ലാം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ ഒരു തിയറി ഉപയോഗിക്കുമ്പോൾ മറ്റു തിയറി ഉപയോഗിക്കില്ല, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ഇതെല്ലാം നമ്മളിൽ സംഭവിക്കാറുണ്ടെന്ന് മനസ്സിലാക്കുക. സോ ഈച്ച് ഓഫ് ദ 3 തിയറീസ് ഓഫ് സെൽഫ് പ്രസന്റേഷൻ എഗ്രീസ് ദാറ്റ് അതർ പീപ്പിൾ ആർ ഫോമിങ് ഇംപ്രഷൻസ് ഓഫ് us and are using these impressions to guide their interaction with us. അപ്പൊ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, എന്ത് ഒരു തീരുമാനം എടുക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അവർ നമ്മുടെ കുറിച്ചുള്ള ധാരണ അവരിൽ എന്നതിനനുസരിച്ച്
നമ്മളെടുത്ത് ഇന്ററാക്ട് ചെയ്യുന്നതിലും വ്യത്യാസങ്ങൾ കാണാറുണ്ട്. സോ നമ്മളെ പറ്റിയിട്ട് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ ആണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ, നമ്മുടെ സെൽഫ് പ്രസന്റേഷൻ അനുസരിച്ച് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ ആണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മൾ എങ്ങനെയാണ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ ആ ഒരു ഇന്ററാക്ഷനിൽ ഗൈഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ദെൻ സെൽഫ് പ്രസന്റേഷൻ ടാക്ടിക്സ് ആണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് ഇൻഗ്രേഷ്യേഷൻ ആണ്. ഇൻഗ്രേഷ്യേഷനിൽ പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻഗ്രേഷ്യേഷൻ എന്ന് പറയുന്നത്. ടു ബി സീൻ, ടു ബി ലൈക്കബിൾ, അതാണ് ഫസ്റ്റ് പറയുന്നത്. സോ അല്ല അതിന്റെ ഇംഗ്ലീഷേഷനിൽ വരുന്ന വേറൊരു ടാക്ടിക് എന്ന് പറയുന്നത് ടു കൺഫേം ടു അതർ പേഴ്സൺസ് ഒപ്പീനിയൻസ് ആൻഡ് ബിഹേവിയേഴ്സ്. മറ്റുള്ളവർ പറയുന്നത് ശരിയാണ്, എല്ലാവരുമായിട്ട് നമ്മളുടെ വ്യൂ പോയിന്റുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ശരിക്കും നമ്മുടെ അടുത്തുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ലൈക്കബിലിറ്റി കൂടുതലായിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇംഗ്ലീഷേഷൻ പ്രിൻസിപ്പിളിൽ പറയുന്നത്. അടുത്തത് ഇന്റിമിഡേഷൻ. ഇന്റിമിഡേഷനിൽ പറയുന്നത് നമ്മളൊരു ഫിയർ അറൗസ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ചുള്ള ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിനാണ് ഇന്റിമിഡേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു ടാക്ടിക്സ് ആണ് പലപ്പോഴും ഇപ്പോൾ ഒരു സ്ട്രീറ്റ് റോബർ വിത്ത് എ ത്രെറ്റ് ടു കിൽ ഇഫ് മണി ഓർ ജ്വല്ലറി ഈസ് നോട്ട് ഹാൻഡഡ് ഓവർ. അതുപോലെ പേരൻസ് കുട്ടികളിലും ഈ പറഞ്ഞ ഒരു ഇന്റിമിഡേഷൻ പ്രോസസ്സ് ചെയ്യാറുണ്ട്. അതുപോലെ ടീച്ചേഴ്സ് സ്റ്റുഡൻസിലും ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഈസ് ഇന്റിമിഡേഷൻ. അടുത്തത് സെൽഫ് പ്രൊമോഷൻ ആണ്. സെൽഫ് പ്രൊമോഷനിൽ നമ്മളൊരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് നമ്മൾ പറയുകയാണ് ചെയ്യുക. അവിടെ എനിക്ക് വീക്ക്നെസ്സസ് ഉണ്ട് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അക്നോളജ് ചെയ്യുന്നു. അതോടൊപ്പം എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ട്രേറ്റ്സ് ഉണ്ടെന്ന് നമ്മളവിടെ പറയുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് സെൽഫ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ത്രെറ്റ് ഉള്ളത്, നമ്മൾ നന്നായി പാടുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പറഞ്ഞു, പക്ഷെ നമ്മുടെ പാട്ട് കേട്ട് കഴിയുമ്പോൾ അങ്ങനെ അല്ല എങ്കിൽ അവിടെ ഒരു മിസ്മാച്ച് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. സോ അപ്പൊ അതൊരു സെൽഫ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രസന്റേഷൻ മോശമാവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അടുത്തത് എക്സംപ്ലിഫിക്കേഷൻ. എക്സംപ്ലിഫിക്കേഷനിൽ നമ്മൾ പറയുന്നത് ഏറ്റവും മറ്റുള്ളവരാരും ഒരു കൺസെൻഷ്യസ് ആയിട്ടുള്ള ഒരു വർക്കേഴ്സ് അല്ല, അല്ലെ എൻ്റെ അത്ര ഇന്റഗ്രിറ്റി അല്ലെ എൻ്റെ അത്ര ഒരു മോറൽ വർത്തിനെസ് നിങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരൊരു മറ്റുള്ളവരിൽ ഒരു ഗിൽറ്റ് ഉണ്ടാക്കി എടുത്തിട്ട് ഞാനൊരു സഫറർ ആയിപ്പോയി എന്നുള്ളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് എക്സംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് സപ്ലിക്കേഷൻ. സപ്ലിക്കേഷനിൽ പറയുന്നത് ഞാൻ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. സോ ഒരു സിമ്പതി സീക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു സെൽഫ് പ്രസന്റേഷൻ സംഭവിക്കുന്നത്. സോ ഇങ്ങനെ 5 സെൽഫ് പ്രസന്റേഷൻ ആണ് വരുന്നത്. ഇതിലും ഈ പറഞ്ഞ പോലെ ഒരു ടാക്ടിക് മാത്രമല്ല, പലരും ഒക്കേഷൻ അനുസരിച്ച് പല പല ടാക്ടിക്സ് ഉപയോഗിക്കാറുണ്ട്. സോ സെൽഫ് പ്രസന്റേഷൻ ടാക്ടിക്സ് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ സെൽഫ് പ്രൊമോഷൻ, എക്സംപ്ലിഫിക്കേഷൻ ആൻഡ് സപ്ലിക്കേഷൻ, ഇത്രയും 5 സെൽഫ് പ്രസന്റേഷൻ ടാക്ടിക്സ് ആണ് ഉള്ളത്. ദെൻ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ സെൽഫ് പ്രസന്റേഷൻ. നമ്മൾക്കറിയാം ഓരോ വ്യക്തികളും പെരുമാറുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. സെയിം സിറ്റുവേഷൻ ആയിക്കോട്ടെ, സെയിം സിറ്റുവേഷനിലാണെങ്കിൽ പോലും പലരും പല രീതിയിൽ പെരുമാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അക്കോർഡിംഗ് ടു ദെയർ ടെമ്പർമെന്റ് അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദെയർ പേഴ്സണാലിറ്റി ഒക്കെയും വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അപ്പം ഇതിൽ പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. അതായത് ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ അടുത്ത് ആ ഒരു സെൽഫ് പ്രസന്റേഷൻ കാണിക്കുന്നതിനകത്ത് വ്യത്യാസങ്ങളുണ്ട്. ചിലവർക്ക് ആ ഒരു കൺട്രോൾ കൂടുതലായിട്ടുണ്ട്, ചിലർക്ക് കൺട്രോൾ കുറവായിട്ടുള്ളവരുണ്ട്. അപ്പൊ അവരുടെ സെൽഫ് പ്രസന്റേഷൻ കുറച്ചുകൂടി എക്സ്പോസ് ലെവലിലേക്ക് വരാനുള്ള സാധ്യതകളും ഉണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഹൈ സെൽഫ് മോണിറ്ററിങ് പേഴ്സൺസ് ആണെങ്കിൽ, അതായത് മറ്റുള്ളവരുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ്, എന്നെ കാണുമ്പോൾ മറ്റുള്ളവരുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ്, ഞാൻ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ്, ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഹൈ സെൽഫ് മോണിറ്ററിങ് പേഴ്സൺസിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. സോ അവര് കെയർഫുൾ ആയിട്ട് അവർ ഒബ്സർവ് ചെയ്യുന്നുള്ളതാണ്. സോഷ്യൽ സിറ്റുവേഷൻ എങ്ങനെയാണ്, മറ്റുള്ളവർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഞാൻ ഈ പർട്ടിക്കുലർ രീതിയിൽ ബിഹേവ് ചെയ്തപ്പം എങ്ങനെയാണ് മറ്റുള്ളവരുടെ റിയാക്ഷൻ എങ്ങനെയാണ്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഒരു വ്യക്തിയെ വിലയിരുത്തുന്നത്. സോ ഹൈ സെൽഫ് മോണിറ്ററിങ് പേഴ്സൺ ആണെങ്കിൽ അവർ കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിരിക്കും. മറ്റുള്ളവരുടെ എക്സ്പ്രഷൻസിൽ അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പ്രഷൻസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടാവും. അതായത് അവർക്ക് കുറച്ചും കൂടി സ്വയം ഒരു കൺട്രോൾ ഉള്ള ഒരു വ്യക്തി കൂടി ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ they will be good at learning which is socially appropriate. അപ്പം ഓരോ സാഹചര്യത്തിലും ഏത് രീതിയിലാണ് പെരുമാറേണ്ടത് എന്നുള്ളൊരു ബോധം ഇവരിൽ ഉണ്ടാവും.
സോ സെൽഫ് പ്രസൻറ്റേഷൻ ആൻഡ് ഹ്യൂമൻ നേച്ചർ. നമുക്കറിയാം സോഷ്യൽ സെൽഫ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ബേസിക് ഫാക്റ്റ് ആണ്. സോഷ്യൽ ലൈഫിൻ്റെ ഒരു ബേസിക് ഫാക്റ്റ് ആയിട്ട് നമ്മളതിന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ സെൽഫ് പ്രസൻറ്റേഷൻ ഫാക്ടേഴ്സ് ഈസ് സെലക്ടിങ് സർട്ടൺ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഒമിറ്റിംഗ് അതർ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരടുത്ത് നമ്മളെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മറച്ചു വെക്കാറുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. സോ ഇതെല്ലാം വളരെ സ്കിൽഫുള്ളി നമ്മൾ ചെയ്യുന്ന ആളുകളായിരിക്കും ഹൈ മോണിറ്ററിങ് പേഴ്സൺസ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മളുടെ ആ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ കണ്ടത്. സെൽഫ് കോൺസെപ്റ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ദെൻ formation of self concept, then self esteem, self efficacy, then cognitive and motivational basis of social and person perception, then impression form ചെയ്യുന്നത്, impression form ചെയ്യാനുള്ള 6 simple and general principles നെ പറ്റിയിട്ട് പറഞ്ഞു. then impression formation വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻഫർമേഷൻ, യൂഷ്വൽ ഓർ എക്സ്ട്രീം ബിഹേവിയർ, പ്രൈമസി എഫക്ട്, റീസൻസി എഫക്ട്. ദെൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇംപ്രഷൻ റോങ് ആവാനുള്ള 3 റീസൺസിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു. ദെൻ ഇംപ്രഷൻ മാനേജ്മെന്റിൽ വന്നു. ഇംപ്രഷൻ മാനേജ്മെന്റിൽ സെൽഫ് എൻഹാൻസിങ് ടാക്ടിക്സിനെ പറ്റിയിട്ടും അതർ എൻഹാൻസിങ് ടാക്ടിക്സിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കി. അതാണ് ഫൈൻ ആർട്ട് ഓഫ് ലുക്കിംഗ് ഗുഡ്. ദെൻ തിയറീസ് ഓഫ് സെൽഫ് പ്രസന്റേഷൻ വന്നു. അതിനകത്ത് സിംബോളിക് ഇന്ററാക്ഷനിസം, ദെൻ തിയറി ഓഫ് സെൽഫ് പ്രസന്റേഷൻ, ദെൻ സിറ്റുവേറ്റഡ് ഐഡന്റിറ്റീസ് തിയറി. നമ്മുടെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ സെൽഫ് പ്രസന്റേഷനിൽ വ്യത്യാസങ്ങൾ വരാറുണ്ടെന്നുള്ളത്. ദെൻ സെൽഫ് പ്രസന്റേഷൻ ടാക്ടിക്സ് പറഞ്ഞു. അതിനകത്ത് 5 ടാക്ടിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇൻഗ്രേഷ്യേഷൻ, ഇന്റിമിഡേഷൻ, ദെൻ സെൽഫ് പ്രൊമോഷൻ, എക്സംപ്ലിഫിക്കേഷൻ ആൻഡ് ഫൈനലി സപ്ലിക്കേഷൻ. ദെൻ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. ഓരോ വ്യക്തിയും അവരോട് തന്നെ പ്രസന്റ് ചെയ്യുന്നതിനകത്ത് വ്യത്യാസങ്ങൾ സംഭവിക്കാറുണ്ട്. അതിൽ നമ്മൾ ഒരു ഹൈ സെൽഫ് മോണിറ്ററിങ് പേഴ്സൺസ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സോഷ്യലി അപ്രോപ്രിയേറ്റ് ലെവലിൽ നമുക്ക് സംസാരിക്കാനും മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും, അതുപോലെ നമ്മളുടെ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ഇമോഷണൽ എക്സ്പ്രഷനിൽ ഒരു നല്ല കൺട്രോൾ ഉള്ള ആളുകളുമായിട്ട് നമുക്ക് നമ്മൾ തന്നെ കാണാൻ സാധിക്കും. ഓക്കെ, അടുത്തത് സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കൾച്ചറിനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് ഡെപ്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു യൂണിറ്റിൽ. സോ ആദ്യം കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ സംസ്കാരമാണ് അല്ലേ. സോ ദ വേർഡ് കൾച്ചർ ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ ദ കോമൺ എവരിഡേ. നമുക്കറിയാം കൾച്ചറിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ നേഷനുമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു റേസുമായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു എത്നിസിറ്റി ആയിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. സോ കൾച്ചർ എന്ന് പറയുമ്പോൾ ബേസിക്കലി അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിനനുസരിച്ചിട്ട് നമ്മൾക്കിപ്പം ഒരു പർട്ടിക്കുലർ സംസ്കാരം അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ മ്യൂസിക്കിനോട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡാൻസ് ഫോം, ആർട്ട്, ഫുഡ്, ക്ലോത്തിങ്, റിച്വൽസ്, ഇതെല്ലാം നമ്മുടെ ഒരു സംസ്കാരത്തിന് അനുസരിച്ചാണ് സംഭവിക്കാറെന്നുള്ളതാണ്. സോ അതിൽ 6 ബ്രോഡർ പെർസ്പെക്റ്റീവ്സ് ഓഫ് കൾച്ചർ. അപ്പൊ അതിനകത്ത് ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് പെർസ്പെക്റ്റീവ് ഉണ്ട്. അതിനകത്ത് പറയുന്നത് ഓരോ കൾച്ചറിനനുസരിച്ച് നമ്മളുടെ ആക്ടിവിറ്റീസിനെയും ബിഹേവിയേഴ്സിനെയും പറ്റിയിട്ടാണ് അതിനകത്ത് പറയുന്നത്, ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ദെൻ ഹിസ്റ്ററിക്കൽ പെർസ്പെക്റ്റീവിൽ പറയുന്നത് ഒരു പർട്ടിക്കുലർ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരുടെ ഒരു ഹെറിറ്റേജ് അല്ലെങ്കിൽ അവരുടെ ഒരു പാരമ്പര്യം എങ്ങനെയാണ് അതിനെ പറ്റിയിട്ടാണ് ഹിസ്റ്ററിക്കൽ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. ദെൻ നോർമേറ്റീവ് പെർസ്പെക്റ്റീവിൽ അവർ എംഫസൈസ് ചെയ്യുന്നത് കൾച്ചറിനനുസരിച്ചിട്ടുള്ള റൂൾസ്, നോംസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദെൻ സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷനിൽ പറയുന്നത് എങ്ങനെയാണ് ഒരു കൾച്ചർ നമ്മൾ പഠിച്ചെടുക്കുന്നത്, ആ ഒരു കൾച്ചർ വെച്ചിട്ട് നമ്മൾ എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, മറ്റുള്ള ഒരു ബിഹേവിയറൽ അപ്രോച്ചസ് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷനിൽ പറയുന്നത്. ദെൻ സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവിൽ പറയുന്നത് ഒരു കൾച്ചർ അനുസരിച്ച് നമ്മളുടെ ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ എലമെന്റ്സ് എങ്ങനെയാണെന്നുള്ളതാണ്. ആ ഒരു സ്ട്രക്ചർ വ്യൂ പോയിന്റിലാണ് പറയുന്നത്. ജനറ്റിക് പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ഒരു കൾച്ചറിന്റെ ഒരു ഉൽപ്പത്തി അല്ലെങ്കിൽ എന്നുള്ളതാണ് ജെനസിസ് ഓഫ് കൾച്ചർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ പല പെർസ്പെക്റ്റീവ്സ് ഉണ്ട് കൾച്ചറിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ. ദെൻ കൾച്ചറിനെ പറ്റിയുള്ള ഒരു ഡെഫിനിഷൻസ് ആണ്. പല ഡെഫിനിഷൻസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡെഫിനിഷൻ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കുക, അത് ആരാണ് ഡെവലപ്പ് ചെയ്തത്, ഏത് വർഷമാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളത് പറയാം. അപ്പോൾ സോ ഒരു കൾച്ചർ നമ്മൾ പറയുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഷെയർഡ് ബിലീവ്സ് ഉണ്ടാവും, ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവും, നോംസ്, റൂൾസ്, വാല്യൂസ്, ഇതെല്ലാം ഉണ്ടാവും ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ. അവിടെ ഒരു ഹ്യൂമൻ പോപ്പുലേഷൻ ഉണ്ടാവും, അതുപോലെ ഒരു ഐഡന്റിഫൈബിൾ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ്സ് ഓഫ് പോപ്പുലേഷൻ ഉണ്ടാവും. അവർ ആ ഒരു പർട്ടിക്കുലർ കൾച്ചർ ഓരോ ജനറേഷൻ ആയിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ഫ്രം വൺ ജനറേഷൻ ടു അനദർ. ദെൻ there will be rules, regulations, then values, norms, shared beliefs, ഇതെല്ലാം ഉണ്ടാവും. ഇതിൽ വേറൊരു ഡെഫിനിഷൻ പറയുന്നത്
മാറ്റ്സുമോട്ടോ ആൻഡ് ജുവാങ് അവർ പറയുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു ഡൈനമിക് സിസ്റ്റം ഓഫ് റൂൾസ് ഇതിനകത്തുണ്ട്. അതായത് നമ്മളൊരു റൂൾ പറയുമ്പോൾ അതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ലെവലിലല്ല, ഒരു ഡൈനമിക് ലെവലിൽ ഒരു റൂൾസ് ഒരു കൾച്ചറിൽ ഉണ്ടാവും. അത് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ടാവും, പുറമേക്ക് കാണുന്ന രീതിയിലുണ്ടാവും, ചിലത് ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള റൂൾസ്. നിങ്ങൾക്ക് അറിയില്ല ഇത് നമ്മളുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുക. സോ ദാറ്റ് ഈസ് ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ടാവും. ദെൻ എസ്റ്റാബ്ലിഷ് ബൈ ഗ്രൂപ്പ്സ് ഇൻ ഓർഡർ ടു എൻഷുർ ദെയർ സർവൈവൽ, അവരുടെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള ചില റൂൾസ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, ബിലീഫ്സ്, നോംസ്, ബിഹേവിയേഴ്സ് ഇതെല്ലാം ഉണ്ടാവും. ഷെയർഡ് ബൈ എ ഗ്രൂപ്പ് ബട്ട് ഹാർബർ ഡിഫറെന്റ്ലി ബൈ ഈച്ച് സ്പെസിഫിക് യൂണിറ്റ് വിത്തിൻ ദ ഗ്രൂപ്പ്. അപ്പൊ ആ ഗ്രൂപ്പിൽ തന്നെ പല ആളുകളും ചിലപ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതാണ് ആ ഡൈനമിക് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. അത് ജനറേഷനോട് അതായത് ഓരോരോ ജനറേഷനിലേക്ക് ഇതിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ കൾച്ചർ മുമ്പോട്ട് പോകുന്നത്. ദെൻ കമ്പോണൻസ് ഓഫ് കൾച്ചർ, ഇതാണ് നമ്മൾ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ ഡൈനമിക് നേച്ചർ അതിനുണ്ട്, ഒരു സിസ്റ്റം ഓഫ് റൂൾസ് ഉണ്ട്, ഗ്രൂപ്പ്സ് ആൻഡ് യൂണിറ്റ്സ്. ഇപ്പം ചെറിയ ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ആളുകൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. പക്ഷെ വലിയൊരു ഗ്രൂപ്പ് ആണെങ്കിൽ വിതിൻ ദ ഗ്രൂപ്പ് ഓരോ സെക്ഷൻസിലുള്ള ആളുകളും എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. സോ ഇതെല്ലാം ഒരു കൾച്ചറിന്റെ കമ്പോണന്റ് ആയിട്ട് പറയുന്നുണ്ട്. ദെൻ എൻഷുറിങ് സർവൈവൽ ഓഫ് ദ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് നന്നായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ആ ഒരു കൾച്ചറിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പം അവിടെ ഒരു ഗ്രൂപ്പ് മറ്റുള്ള ഗ്രൂപ്പിന് ആയിട്ട് കോഎക്സിസ്റ്റ് ചെയ്യുക, അതുപോലെ ഒരു ഓഫേഴ്സ് കൊടുക്കുക, പ്രൊമോഷൻ അവിടെ സംഭവിക്കണം, ഒരു സോഷ്യൽ ഓർഡർ നന്നായി പോകുന്നതും അല്ലെങ്കിൽ ഒരു ബാലൻസിന് വേണ്ടിയിട്ടുമാണ്, ഒരു റൂൾസ് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുമാണ് നമ്മുടെ ആ ഒരു എൻഷുറിങ് സർവൈവൽ ഓഫ് ദ ഗ്രൂപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ കൾച്ചർ മുമ്പോട്ട് പോകുന്നത്. ദെൻ സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയർ കമ്പോണൻസ് ഉണ്ട്. നമ്മൾ റൂൾസും അല്ലെങ്കിൽ റെഗുലേഷൻസും മാത്രമല്ല, അതനുസരിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, ബിലീഫ്സ്, ഐഡിയാസ്, നോംസ്, ബിഹേവിയേഴ്സ് ഇതെല്ലാം കൾച്ചറിൽ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഒരു ഗ്രൂപ്പ് തന്നെ ആളുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അവര് ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഇപ്പൊ പ്രായം അനുസരിച്ചിട്ട് ആ വാല്യൂസിലും ആറ്റിറ്റ്യൂഡ്സിലും ബിലീഫ്സിലും ഒക്കെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ഓൾ കമ്പോണൻസ് ഓഫ് കൾച്ചർ. ദെൻ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. അതുപോലെ തന്നെ ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ആ ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു 30 വർഷം മുന്നേ നമ്മൾ നോക്കും, 30 വർഷം മുന്നുള്ള നമ്മുടെ ഇന്ത്യ, ഇപ്പോഴത്തെ ഇന്ത്യയെ നമ്മൾ നോക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു റാഡിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഡ്രിവൻ നമുക്ക് കാണാൻ സാധിക്കും ഡ്യൂ ടു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. അപ്പം ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അനുസരിച്ചിട്ട് നമ്മളുടെ കൾച്ചറിലും വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതും സ്വാഭാവികമായിട്ടും ഇത് വന്നു പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നെവിറ്റബിൾ ആണ്, ഈ ചേഞ്ചസ് വന്നുകൂടാക എന്നൊരവസ്ഥ ഇല്ല കൾച്ചറിനെ സംബന്ധിച്ചോളം. സോ കൾച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡൈനമിക് നേച്ചർ ഉണ്ട്, ഒരു റൂൾസ് ഉണ്ട്, ദെൻ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ഉണ്ട്, ദെൻ അവിടെ ഒരു ഗ്രൂപ്പിന്റെ ഒരു സർവൈവൽ അവർ എൻഷുർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്, സൈക്കോളജിക്കൽ അതുപോലെ ബിഹേവിയറൽ കമ്പോണൻസ് ഉണ്ട്, റിച്വൽസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്, ദെൻ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. ദെൻ ഒരു കൾച്ചർ എന്ന് പറയുമ്പം അത് ആ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ആ ഒരു സംസ്കാരം എന്ന് പറയുന്നത് അടുത്ത ജനറേഷനിൽ നമ്മളിങ്ങനെ ഓരോ ജനറേഷനിലും നമ്മളിങ്ങനെ കൈമാറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെയും ചേഞ്ചസ്, ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം അത്തരത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വേണ്ട, എനിക്ക് ഈ ചേഞ്ച് വേണ്ട, കൾച്ചറിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. സോ ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. അടുത്തത് എൻകൾട്രേഷൻ ആൻഡ് അക്കൾട്രേഷൻ ആണ്. ഇത് രണ്ട് ടേംസ് ആണ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്, എൻകൾട്രേഷൻ ആൻഡ് അക്കൾട്രേഷൻ. അപ്പം ഇതിൽ പറയുന്നത് ഒരു കൾച്ചറിന്റെ വേരിയസ് ആസ്പെക്ട്സ് നമ്മൾ പഠിക്കുകയും നമ്മൾ അതിനെ മനസ്സിലാക്കുകയും അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻകൾട്രേഷൻ അല്ലെങ്കിൽ അക്കൾട്രേഷൻ എന്ന് പറയുന്നത്. അതായത് എൻകൾട്രേഷൻ എന്ന് പറയുമ്പം എൻ്റെ എന്ന് ഓർത്താൽ മതി. അതായത് എൻ്റെ സ്വന്തം കൾച്ചറിനെ നമ്മൾ പഠിക്കുന്ന അവസ്ഥ അല്ല, പഠിച്ച് അത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം ആവുന്ന അവസ്ഥയെയാണ് നമ്മൾ എൻകൾട്രേഷൻ എന്ന് പറയുന്നത്. അക്കൾട്രേഷൻ എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഞാൻ ആ ഒരു കൾച്ചറിലല്ല ജനിച്ചതും വളർന്നതും, പക്ഷെ ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇന്നടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പം അവരുടെ കൾച്ചറുമായിട്ട് ഞാൻ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് അക്കൾട്രേഷൻ എന്ന് പറയുക. സോ എൻകൾട്രേഷൻ, അക്കൾട്രേഷൻ ഇത് രണ്ടും നമ്മൾ ഓർത്തിരിക്കേണ്ട ടേംസ് ആണ്. അപ്പൊ എൻകൾട്രേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ കൾച്ചർ വേർ വി ആർ ബോൺ.
ഞാൻ എവിടെയാണ് വളർന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു ദ പ്രോസസ് ഓഫ് ഫെമിലിയറൈസേഷൻ ടു ദ കൾച്ചർ ബിഗിൻസ് റൈറ്റ് ആഫ്റ്റർ ദ ബർത്ത്. ഞാൻ ജനിച്ച് വീഴുമ്പോൾ തന്നെ എനിക്കറിയാം, ഞാൻ വളരുന്ന ഓരോ സാഹചര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആ ഒരു കൾച്ചറുമായിട്ട് ഫെമിലിയറൈസ് ചെയ്ത് വരുന്നു. ആ കൾച്ചർ നമ്മളുടെ തന്നെ ഭാഗമായി നമ്മൾ ആ ഒരു കൾച്ചറിൽ തന്നെ ജീവിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. സോ അതാണ് എൻകൾട്രേഷൻ എന്ന് പറയുന്നത്. അക്കൾട്രേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കൾച്ചറല്ല, പക്ഷെ മറ്റ് ഒരു കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് നമ്മളിൽ വരുന്നു. അത് സ്ലോലി നമ്മൾ ആ ഒരു കൾച്ചർ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അക്കൾട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ഏജൻസ് ഓഫ് എൻകൾട്രേഷൻ? അപ്പം നമ്മൾ ഒരു പെർട്ടിക്കുലർ സംസ്കാരം നമ്മൾ പഠിച്ചെടുക്കുക, നമ്മളെ തന്നെ സംസ്കാരം നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ഘടകങ്ങൾ, ഏതൊക്കെ ഘടകങ്ങളിലൂടെയാണ് അല്ലെ ഏതൊക്കെ ഏജൻസിലൂടെയാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരം നമ്മൾ പഠിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് ആദ്യം വരുന്നത് പേരൻസും അതുപോലെ സിബ്ലിങ്സുമാണ്. ഇപ്പൊ നമ്മളൊരു ഫാമിലിയിൽ എങ്ങനെയാണ് പാരന്റിങ് സ്റ്റൈൽ എങ്ങനെയാണ്? ഇപ്പം നമുക്കറിയാം പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതോറിറ്റേറ്റീവ് പാരന്റിങ്, അതോറിറ്റേറിയൻ പാരന്റിങ്, ഡെമോക്രാറ്റിക് പാരന്റിങ്, ലേസസ് ഫെയർ, അങ്ങനെ പല രീതിയിലുള്ള പാരന്റിങ് സ്റ്റൈൽസ് ഉണ്ട്. സോ വാംത്തും കൺട്രോളും വെച്ചിട്ട് എങ്ങനെയാണ് പോകുന്നത്, ഏതൊരു പാരന്റിങ് സ്റ്റൈലാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ പറയുന്നത്, അതനുസരിച്ച് നമ്മളുടെ ഒരു കൾച്ചറിൽ നമ്മൾ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ജാപ്പനീസും അതുപോലെ അമേരിക്കൻ മദേഴ്സും, അല്ലെങ്കിൽ അമേരിക്കൻ മദേഴ്സും ഇന്ത്യൻ മദേഴ്സും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പാരന്റിങ് സ്റ്റൈലിലുള്ള ഡിഫറൻസസ് അനുസരിച്ചിട്ട്. അപ്പം ഇത് നമ്മൾ പഠിച്ചു വരുന്തോറും ഇതാണ് പാരന്റിങ് സ്റ്റൈൽ, ഈ ഒരു കൾച്ചറിൽ ഇതാണ് പാരന്റിങ് സ്റ്റൈൽ, ഈ ഒരു കൾച്ചറിൽ ഇതാണ് പാരന്റിങ് സ്റ്റൈൽ. അപ്പൊ ആ പാരന്റിങ് സ്റ്റൈലിലൂടെ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കൾച്ചർ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. ദെൻ മെറ്റേണൽ എക്സ്പെക്ടേഷൻ, ഓരോ കൾച്ചർ അനുസരിച്ചിട്ട് മെറ്റേണൽ എക്സ്പെക്ടേഷനിൽ വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വെസ്റ്റേൺ കൾച്ചറിലേക്ക് വരുമ്പോൾ അവിടെ എഡ്യൂക്കേഷനും കരിയറിനൊക്കെയാണ് കൂടുതലും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുക. അതുപോലെ സെൽഫ് കെയർ. അതേസമയം നമ്മളുടെ ഇപ്പോൾ ഒരു കൾച്ചറിലേക്ക് വരുമ്പോൾ അവിടെ കൂടുതലും എഡ്യൂക്കേഷനും കരിയറിലും ഇമ്പോർട്ടൻസ് കൊടുക്കുമെങ്കിലും ഇൻഡിപെൻഡൻസിനേക്കാൾ കൂടുതൽ അവിടെ ഒരു ഇന്റർ ഡിപ്പെൻഡൻസിലാണ് നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ വരുന്നത്. ദെൻ സ്ലീപ്പിംഗ് അറേഞ്ച്മെന്റിനകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വെളിയിലൊക്കെയാണ് നമുക്കറിയാം സ്ലീപ്പിംഗ് അവിടെ അധികം എന്റർടൈൻ ചെയ്യുന്ന ഒരു കാര്യമല്ല. കുട്ടികൾ ഒരു പ്രായമായി കഴിയുമ്പോൾ കുട്ടികൾ സെപ്പറേറ്റ് ആയിട്ടൊരു റൂമിലാണ് നമ്മൾ ഓർക്കുക. അതേസമയം നമ്മളുടെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് നന്നായി പോകാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പ്, ഒരു ബോണ്ടിങ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അത്തരത്തിലുള്ള ഒരു സ്ലീപ്പിംഗ് ആണ് നമ്മൾ കൊടുക്കുക. അതേസമയം പുറത്തുള്ള രാജ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്ലീപ്പ് ട്രെയിനിങ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ കുട്ടികൾ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുന്ന ഒരു അത്തരത്തിലുള്ള സ്ലീപ്പ് ട്രെയിനിങ് ആണ് അവിടെ കൊടുക്കുക. പക്ഷെ നമ്മളുടെ ഒരു ഇന്ത്യൻ കൾച്ചർ അനുസരിച്ചിട്ട് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് സ്ലീപ്പിംഗ് ആണ്. ദെൻ നമ്പർ ആൻഡ് കെയറിങ് ഓഫ് സിബ്ലിങ്സ്. അപ്പം നമ്മുടെ സോഷ്യലൈസേഷൻ അനുസരിച്ചിട്ട്, അപ്പം സോഷ്യലൈസേഷൻ ലിറ്ററേച്ചർ ഓൺ സ്ട്രീറ്റ് ചിൽഡ്രൻ ഓഫ് ഇന്ത്യ, ഇതിൽ പറയുന്നത്, ആ ലിറ്ററേച്ചറിൽ പറയുന്നത്, ദ വർക്ക് ലൈഫ് സ്റ്റാർട്ട്സ് അറ്റ് എ മച്ച് യങ്ങർ ഏജ് ദാൻ മോർ പ്രിവിലേജ്ഡ് വൺസ്, അറൌണ്ട് ദ ഏജ് ഓഫ് 6 to 9 years ആണ് പറയുന്നത്. അപ്പം യങ്ങർ ചിൽഡ്രനെ ഇപ്പൊ ഓൾഡർ സിബ്ലിങ്സ് ഇവരുടെ കൂടെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് കാണുക. അപ്പം ആ രീതിയിലുള്ള ഒരു കൾച്ചറാണ് ഇപ്പൊ ഒരു സ്ട്രീറ്റ് ലെവലിലൊക്കെ നമ്മൾ സ്ട്രീറ്റ് ചിൽഡ്രനിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അത്തരത്തിലുള്ള ഒരു സംസ്കാരമാണ് പഠിച്ചെടുക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂത്ത ആളുകളെ ഇളയ ആളുകളെ കൊണ്ടുപോകുന്നു, സ്ട്രീറ്റിൽ പണിയെടുപ്പിക്കാനൊക്കെ ഇവരും കൂടെ നിന്ന് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു കൾച്ചറാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. Then extended family. Many cultures view that extended family as a source of passing one cultural heritage to the later generation. So joint families നമുക്ക് അറിയാൻ പറ്റും അവിടെ ഒരു ഇമ്പോർട്ടൻസ്, ആ റിലേഷൻഷിപ്പ് ഡൈനമിക്സ് നമുക്ക് അറിയാൻ പറ്റും. ഗ്രാൻഡ് പേരൻസും അതുപോലെ അങ്കിൾസ്, ആൻസ്, കസിൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ജോയിന്റ് ഫാമിലീസ് അതാണ് കൂടുതൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. അപ്പോൾ അവര് ആ രീതിയിലൊരു കൾച്ചറാണ് പഠിച്ചു വരുന്നത്. അവരുടെ ആ ഒരു സംസ്കാരം, പാരമ്പര്യം, ഇതെല്ലാം ആ രീതിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് വരിക. അതാണ് എക്സ്റ്റെൻഡഡ് ഫാമിലി വഴി വരുന്ന ഒരു എൻകൾട്രേഷൻ എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത്, സോ ഇത്രയാണ് നമ്മുടെ ഫാമിലി ബേസിസിൽ വരുന്നത്. അടുത്തൊരു ഏജന്റ് അല്ലെങ്കിൽ നമ്മളൊരു കൾച്ചർ പഠിക്കാനുള്ള അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് പിയർ റിലേഷൻ വെച്ചിട്ടാണ്. സോ ഹോമോ എത്നിക് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവും, നമുക്ക് ഹെറ്ററോ എത്നിക് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവും. ഹോമോ എത്നിക് ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തന്നെ എത്നിക് ഗ്രൂപ്പുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെയാണ് ഹോമോ എത്നിക് ഫ്രണ്ട്ഷിപ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ തന്നെ കുറിച്ചിട്ടുള്ള, നമ്മളുടെ കൾച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് ആണ് അവിടെ കിട്ടുന്നത്. അതേസമയം ഹെറ്ററോ എത്നിക് ഫ്രണ്ട്ഷിപ്സ് എന്ന് പറയുമ്പോൾ അവിടെ മറ്റുള്ള കൾച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് നമുക്ക് അവിടെ വരുന്നു. സോ അതും നല്ലതായിട്ട് ഉള്ളൊരു ഹോമോ എത്നിക് ഫ്രണ്ട്സ് കൂടുതലുള്ളതിനേക്കാളും ഒരു എക്സ്ക്ലൂസീവ്
ഒരു ഹെട്രോ എത്നിക് ഫ്രണ്ട്സ് കൂടി നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു പ്രോപ്പർ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് അവിടെ പോസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. അടുത്തത് എഡ്യൂക്കേഷൻ വഴി നമുക്ക് കിട്ടുന്ന ഒരു കൾച്ചറിന്റെ ഒരു ട്രാൻസ്മിഷൻ ആണ് പറയുന്നത്. സോ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. അപ്പം ഒരു കൾച്ചർ നമ്മൾ പഠിക്കാനായിട്ട് പഠിച്ചു വരുമ്പോൾ ഓരോ സ്കൂൾ സിസ്റ്റം അനുസരിച്ച് അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് സിലബസ് അനുസരിച്ച് കരിക്കുലം അനുസരിച്ച് നമ്മൾ പെർട്ടിക്കുലർ കൾച്ചർ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന ഒരു സാഹചര്യമാണ് കൾച്ചറൽ ഡിഫറൻസ് എഡ്യൂക്കേഷൻ സ്റ്റൈലിൽ പറയുന്നത്. അതുപോലെ ടീച്ചിങ് സ്റ്റൈലിൽ വെച്ചിട്ടും നമുക്ക് ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ പല രീതിയിലും പല ഇപ്പം പുറമുള്ള രാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു ടീച്ചിങ് സ്റ്റൈലും നമ്മളുടെ ഒരു ടീച്ചിങ് സ്റ്റൈലും നമ്മളുടെ വ്യത്യാസങ്ങൾ വരാറുണ്ട്. സോ അത്തരത്തിലുള്ള വ്യത്യാസങ്ങളിലൂടെ അവിടുത്തെ കൾച്ചറും ഇവിടുത്തെ കൾച്ചറും നമ്മൾ മാറ്റി മാറ്റി പഠിക്കാനുള്ള സാഹചര്യവും ഉണ്ട്. ദെൻ റിലീജിയൻ. ഇപ്പൊ പണ്ടൊക്കെ നമുക്ക് അറിയാം പണ്ടൊക്കെ റിലീജിയൻ തന്നെയായിരുന്നു. റിലീജിയൻ എഡ്യൂക്കേഷനും എൻറ്റിറ്റീസ് ആയിരുന്നു. അവരൊന്നും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ടല്ല നമ്മൾ കണക്കാക്കിയത്. സോ ഒരു റിലീജിയസ് അഡ്വക്കേറ്റ്സ് തന്നെയാണ് വാല്യൂസും അതുപോലെ എഡ്യൂക്കേഷനും കുട്ടികൾക്ക് കൊടുത്തിരുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻകറേജ് റിലീജിയോസിറ്റി അന്നത്തെ കാലത്ത്. സോ അപ്പം നമുക്കറിയാം ഇപ്പൊ ഗുരുകുലാസ് അല്ലെങ്കിൽ ഇസ്ലാമിക് മോസ് അവിടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു പഠനം. അപ്പൊ അതായിരുന്നു അന്നത്തെ കാലത്ത് എഡ്യൂക്കേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. സോ സ്ട്രോങ്ങർ റിലീജിയോസിറ്റി ഹൗവർ നെഗറ്റീവ്ലി ഇമ്പാക്ട്സ് അസിമുലേഷൻ. അത് നമുക്കറിയാം. ഇപ്പം റിലീജിയോസിറ്റി ആണെങ്കിലും എന്താണെങ്കിലും നമുക്കൊരു പരിധി വിട്ട് നമ്മൾ പോകുമ്പോൾ അതിന്റെ ഒരു റിയൽ എസൻസ് നമ്മളിൽ കിട്ടാതെ പോകുന്നു. റിയൽ ഒരു കൾച്ചറിനെ പറ്റിയുള്ള ഒരു നോളജ് നമുക്ക് കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയും മനസ്സിലാക്കാം. സോ ഇത്രയാണ് നമ്മൾ ഏജൻസ് ഓഫ് എൻകൾട്രേഷനിൽ പറയുന്നത്. ഒന്ന് പേരൻസ് ആൻഡ് സിബ്ലിങ്സ്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഒരു കൾച്ചർ പഠിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. സോ ഒന്ന് പേരൻസ് ആൻഡ് സിബ്ലിങ്സ് ആണ്. ദെൻ അതിൽ തന്നെ പാരന്റിങ് സ്റ്റൈൽസ്, ദെൻ മെറ്റേണൽ എക്സ്പ്രഷൻ, സ്ലീപ്പിംഗ് അറേഞ്ച്മെന്റ്സ്, നമ്പർ ആൻഡ് കെയറിംഗ് ഓഫ് സിബ്ലിങ്സ്, ദെൻ എക്സ്റ്റെൻഡഡ് ഫാമിലി വരുന്നുണ്ട്, ദെൻ പിയർ റിലേഷൻസ്, ദെൻ എഡ്യൂക്കേഷൻ, റിലീജിയൻ. ഓക്കെ. അടുത്തത് സെൽഫ് അക്രോസ് കൾച്ചർ. നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മുടെ ഒരു കൾച്ചർ വരുന്നത്. ഒന്ന് ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ ഒരു സെൻസ് ഓഫ് സെൽഫ്, അതിനാണ് ഇൻഡിപെൻഡന്റ് സെൻസ് ഓഫ് സെൽഫ് എന്ന് പറയുന്നത്. അടുത്തത് ഇന്റർ ഡിപെൻഡന്റ് സെൻസ് ഓഫ് സെൽഫ്, അതായത് ഒരു കളക്ടിവിസ്റ്റിക് സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സെൻസ് ഓഫ് സെൽഫ്, അതാണ് രണ്ടാമത് പറയുന്നത്. സോ സെൻസ് ഓഫ് സെൽഫ് ഇൻ ഇൻഡിവിജ്വലിസ്റ്റ് സൊസൈറ്റീസ് ആൻഡ് സെൻസ് ഓഫ് സെൽഫ് ഇൻ കളക്ടിവിസ്റ്റ് സൊസൈറ്റീസ്. ഇങ്ങനെയാണ് രണ്ട് രീതിയിൽ നമ്മുടെ ഒരു സെൻസ് ഓഫ് സെൽഫ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ നമുക്കറിയാം ഇൻഡിവിജ്വലിസ്റ്റ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വെസ്റ്റേൺ സൊസൈറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. ജനറലി പ്രിവലന്റ് ഇൻ വെസ്റ്റേൺ സൊസൈറ്റി സച്ച് ആസ് US. ഔട്ട്കം ഓഫ് ഇന്റേണലൈസിങ് ഇൻഡിപെൻഡൻസ് വാല്യൂസ്. അവിടെ കൂടുതൽ ഇൻഡിപെൻഡൻസിനാണ് നമ്മൾ കൂടുതലും പ്രാധാന്യം നമ്മൾ കൊടുക്കുക. അപ്പൊ സെൽഫിനെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ്. അപ്പൊ സെൽഫ് കെയറിനാണ് നമ്മൾ അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ പേഴ്സണൽ ഗോൾസ് എൻകറേജ് ചെയ്യാണ് അവിടെ നമ്മൾ ചെയ്യുന്നത് ദാൻ കളക്റ്റീവ് ഗോൾസ്. അപ്പം അതുപോലെ നമ്മളൊരു കാര്യം ചെയ്താൽ അതിന്റെ ക്രെഡിറ്റ് ഓൺ ക്വാളിറ്റീസിൽ തന്നെ നമ്മൾ കൊടുക്കും. അതിപ്പോ ഒരു പോസിറ്റീവ് ക്രെഡിറ്റ് ആയാലും നെഗറ്റീവ് ആണെങ്കിലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മളിൽ തന്നെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇൻഡിവിജ്വൽസ് ക്രെഡിറ്റ് ദെയർ ഓൺ ക്വാളിറ്റീസ്, attributes and decisions for achievement. So people in an individualist society have been found to have a broader radius of trust. അപ്പൊ ഇൻഡിവിജ്വലിസ്റ്റ് സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് നമുക്ക് അറിയാൻ പറ്റും അവരുടെ ഒരു ട്രസ്റ്റ് റേഡിയസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ബ്രോഡർ ലെവലിലായിരിക്കും നമ്മൾ കാണുന്നത്. ബിക്കോസ് അവർ കൂടുതൽ ആ ഒരു ഔട്ട് ഗ്രൂപ്പിനെ അവർ കാണുന്നത് എങ്ങനെയാണ് അതനുസരിച്ച് അവരുടെ ഒരു ട്രസ്റ്റ് കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയും വരുന്നുണ്ട്. അടുത്തത് സെൻസ് ഓഫ് സെൽഫ് ഇൻ കളക്ടിവിസ്റ്റ് സൊസൈറ്റി. അപ്പൊ കളക്ടിവിസ്റ്റ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ നോൺ യൂറോപ്യൻ ഈസ്റ്റേൺ ഓർ അതർ നോൺ യൂറോപ്യൻ കൾച്ചേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഈവൻ ഇന്ത്യ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇന്റർ ഡിപെൻഡന്റ് ലൈഫ് സ്റ്റൈലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ സോ ഇന്റർ ഡിപെൻഡന്റ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഗോൾസ് ആണ് നമ്മൾ വരിക. സോ നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്നത് അപ്പൊ നമ്മളൊരു ഗ്രൂപ്പിന്റെ ഒരു കൺഫർമിറ്റിയിലേക്കാണ് നമ്മൾ കൂടുതൽ വാല്യൂ ചെയ്യുക. അതുപോലെ ഗ്രൂപ്പിനോട് ലോയൽ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പം എപ്പോഴും ഒരു ഗ്രൂപ്പ് കൊഹസീവ്നെസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ ഗ്രൂപ്പാണെങ്കിലും ഇൻഡിവിജ്വൽസിൻ്റെ അടുത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു കൊഹസീവ്നെസ് ആണ്. അതുപോലെ ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റീസ് കൊടുക്കും ദാൻ സെൽഫ് ഇൻട്രസ്റ്റ്. ഓക്കെ. സോ ബൗണ്ടറീസ് ഓഫ് ദീസ് കാറ്റഗറീസ് ഹൗവർ ആർ നോട്ട് വെൽ ഡിഫൈൻഡ്. അപ്പോൾ ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ചില സാഹചര്യത്തിൽ നമ്മളൊരു കളക്ടിവിസ്റ്റ് കൾച്ചർ നമ്മൾ കാണാറുണ്ട്, ചില സാഹചര്യത്തിൽ ഒരു ഇൻഡിവിജ്വലിസ്റ്റ് കൾച്ചർ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ അവിടെ ഈ
ഒരു ഹൈ കപ്പാസിറ്റി ഉണ്ട് ഇന്ത്യ സൈക്കിളിൽ നമ്മൾ പറയുകയാണെങ്കിൽ. സോ ഒരു ഇൻഡിവിജ്വലിസ്റ്റ് കളക്റ്റീവ് സൊസൈറ്റിയാണ് നമുക്കൊരു ഇന്ത്യൻ സൊസൈറ്റിയെ നമുക്ക് പറയാൻ സാധിക്കുക. സോ അപ്പൊ അവിടുന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സെൻസ് ഓഫ് സെൽഫ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ചില സമയത്ത് നമുക്ക് ചില കോൺട്രഡിക്ഷൻസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ സമ്മറി ഓഫ് ഔട്ട്കംസ്. അപ്പൊ ഇൻഡിവിജ്വലിസ്റ്റിക് ആൻഡ് കളക്ടിവിസ്റ്റിക് സെൽഫ് കോൺസ്ട്രൽസ്. അപ്പൊ ഇതിന്റെ ഒരു സമ്മറിയാണ് പറയുന്നത്. അപ്പൊ ഔട്ട്കംസ് ഓഫ് ഇൻഡിവിജ്വലിസം. അപ്പം ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറിൽ വരുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവരൊരു സെൽഫ് പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ അവര് ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സിനാണ് അവർ കൂടുതലും വെയിറ്റേജ് നമ്മൾ കൊടുക്കുക. അപ്പൊ സ്കിൽസ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സിനൊക്കെയാണ് അവർ കൂടുതലും വെയിറ്റേജ് കൊടുക്കുക. അതുപോലെ മറ്റുള്ളവരുടെ ഇഷ്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ കൂടുതലും സിറ്റുവേഷണൽ കൺട്രോളിനെ അവർ കൂടുതലും വെയിറ്റേജ് കുറച്ചാണ് കൊടുക്കുക. ഡിസ്പൊസിഷണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇന്റേണൽ ഫാക്ടേഴ്സിനാണ് അവർ കൂടുതലും വെയിറ്റേജ് കൊടുക്കുക. അതുപോലെ ദേ ഡിസയർ ടു അച്ചീവ് കണക്റ്റഡ് ടു പേഴ്സണൽ ഗോൾസ്. അപ്പം നമ്മൾ സ്വന്തം ഗോൾസ് അറ്റൈൻ ചെയ്യുന്നതിനാണ് അവർ കൂടുതലും വെയിറ്റേജ് നമ്മൾ കൊടുക്കുക. ദെൻ സെൽഫ് എൻഹാൻസ്മെന്റ് ആണ് അവർ കൂടുതലും കാണിക്കുന്ന ടാക്ടിക്സ് എന്ന് പറയുന്നത്. ദെൻ അവരൊരു സോഷ്യലി ഡിസെൻഗേജ്ഡ് ഇമോഷൻസ് ആണ് അവർ കൂടുതൽ കാണിക്കുക. സോ പ്രൈഡ് ആൻഡ് സുപ്രീമസി കോസ്ഡ് ബൈ സക്സസസ് ആൻഡ് ആങ്കർ ആൻഡ് ഫ്രസ്ട്രേഷൻ ഫ്രം ഷോർട്ട് കമ്മിങ്സ്. ഇത് രണ്ടും അവരിൽ കാണാൻ സാധിക്കും. ദെൻ അപ്പോ ഒരു പ്രൈവറ്റ് ഫേസസ് ഓഫ് ഇമോഷൻസ് ആണ് കൂടുതലും ആർ സാലിയൻ ആൻഡ് ഫോസ്റ്റേർഡ്. ദെൻ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഗുഡ് ഫീലിംഗ് ആണ് വരിക. ആൻഡ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് മോർ വിത്ത് സോഷ്യലി ഡിസെൻഗേജ്ഡ് ഇമോഷൻസ്. മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്ത് മാത്രമല്ല അവർ ഹാപ്പിനെസ്സിനെ കാണുന്നത്. ദെൻ സോ ഇതാണ് ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറിൽ വരുമ്പോൾ ഉള്ളൊരു വ്യത്യാസം വരുന്നത്. ദെൻ കളക്ടിവിസ്റ്റിക് കൾച്ചറൽ ആണെങ്കിൽ, സോ ഇപ്പോൾ ഒരു ഇന്ത്യൻ ലെവലിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഈവൻ ദോ ഇന്ത്യൻ കളക്ടിവിസ്റ്റിക് ഇൻഡിവിജ്വലിസ്റ്റ് സൊസൈറ്റി ആണെങ്കിൽ പോലും അവിടെ ഒരു സോഷ്യൽ പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സോഷ്യൽ റിലേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളെ തന്നെ പെർസീവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സോഷ്യൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സിറ്റുവേഷണൽ ഫാക്ടേഴ്സിന് കൂടുതലും വെയിറ്റേജ് കൊടുക്കുക. ലൈക്ക് അപ്പം അവനാണ് ഇതിന്റെ ഒരു റീസൺ എന്ന് നമ്മൾ പറയുന്നത്, അവന്റെ സാഹചര്യമാണ്. അപ്പൊ എപ്പോഴും ഒരു സോഷ്യൽ സിറ്റുവേഷന് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ടാണ് അവരുടെ സോഷ്യൽ എക്സ്പ്ലനേഷൻ വരിക. ദെൻ അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സോഷ്യൽ ഗോൾസിന് കൂടുതൽ വെയിറ്റേജ് നമ്മൾ കൊടുക്കുന്നു. ദെൻ ഇൻ എക്സ്പ്ലിസിറ്റ് സിറ്റിംഗ് ഡിസ്പ്ലേ ദ ഓപ്പോസിറ്റ് ഓഫ് സെൽഫ് സെർവിങ് ബയസ്. അതായത് ഒരു വ്യക്തിക്ക് ഇന്നൊരു ഗുണം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കണക്ട് ചെയ്തിട്ട് പല ഗുണങ്ങളും ഉണ്ട് എന്നുള്ളൊരു ചിന്തയാണ് അവിടെ വരുന്നത്. സെൽഫ് എൻഹാൻസ്മെന്റ് ആണ് അവിടെ കാണുക. ദെൻ എപ്പോഴും അവർ വെയിറ്റേജ് കൊടുക്കുന്ന അഫെക്ഷനും റെസ്പെക്റ്റിനുമാണ് അവർ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്. അതുപോലെ നെഗറ്റീവ് ആസ്പെക്ട്സ് കൂടുതലും ഗിൽറ്റ് ഫീലിംഗ് കൂടുതലും ഉള്ള ഒരു ലെവലിൽ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ എപ്പോഴും സോഷ്യലി എൻഗേജ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ്, അതായത് മറ്റുള്ളവർക്ക് കൂടെ നിൽക്കുമ്പോഴാണ് അവരുടെ കൂടുതലും ഹാപ്പിനെസ് അവർ കൂടുതലായിട്ടും മനസ്സിലാക്കുന്നത്. അല്ല അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ കണക്റ്റഡ് വിത്ത് സോഷ്യലി എൻഗേജ്ഡ് ഇമോഷൻസ്. ദെൻ മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റീസ് പറയുന്നു. സോ അത് ഇൻട്രാപേഴ്സണൽ ലെവലിലും മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റീസ് വരുന്നുണ്ട്. അതായത് കോമ്പിറ്റന്റ് ഐഡന്റിഫിക്കേഷൻ വിത്ത് മൾട്ടിപ്പിൾ കൾച്ചേഴ്സ്. അപ്പോൾ ഇത് ഒരു പോസിറ്റീവ് ലെവലിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ അടുത്തത് ഇന്റർപേഴ്സണൽ ലെവൽ. ഇന്റർപേഴ്സണൽ ലെവൽ എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ഐഡന്റിറ്റി ദാറ്റ് അതേഴ്സ് ഫോക്കസ് ഓൺ വെൻ എൻകൗണ്ടറിംഗ് പീപ്പിൾ വിത്ത് മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റീസ്. അടുത്തത് കളക്റ്റീവ് ലെവലിലാണ് പറയുന്നത്. അപ്പൊ മൾട്ടി കൾച്ചറൽ പോളിസീസ് എംഫസൈസ് പ്രിസർവേഷൻ ഓഫ് ദ മൾട്ടിപ്പിൾ കൾച്ചേഴ്സ് ഇൻ ദെയർ ഒറിജിനൽ എസൻസ് എന്നാണ് പറയുന്നത്. ദെൻ ഇന്റർ കൾച്ചറലിസ്റ്റിക് പോളിസീസ് ആർ എ റിസൾട്ട് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ പറയുന്നത്. ദെൻ സോഷ്യൽ ബിഹേവിയർ അക്രോസ് കൾച്ചർ. അപ്പം ഈ കൾച്ചർ അനുസരിച്ചിട്ട് നമ്മളുടെ സോഷ്യൽ ബിഹേവിയറിൽ വ്യത്യാസങ്ങൾ വരുന്നതിനെ പറ്റിയിട്ടാണ് അടുത്ത് പറയുന്നത്. അതിനകത്ത് സോഷ്യൽ കൾച്ചറൽ ഡിഫറൻസസ് ഇൻ ഡയനാമിക്സ് ഓഫ് ഗ്രൂപ്പ് മെമ്പർഷിപ്പ്, അപ്പൊ സ്റ്റെബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ, ഇന്ററാക്ഷൻ, അറ്റാച്ച്മെന്റ്, ഇതിലെല്ലാം നമ്മൾക്ക് വ്യത്യാസങ്ങൾ കാണാറുണ്ട്. ഓരോ കൾച്ചർ അനുസരിച്ചിട്ട് ഈ വ്യത്യാസങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാറുണ്ട്. ദെൻ ഇൻ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ വേഴ്സസ് ഇൻ ഗ്രൂപ്പ് ബയസ്. ഇപ്പൊ ഇൻ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്റെ ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഇൻ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻ ഗ്രൂപ്പ് ബയസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഗ്രൂപ്പാണ് നല്ലത് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇൻ ഗ്രൂപ്പ് ബയസ് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ബിഹേവിയറിന്റെ റീസണെയാണ് നമ്മൾ ആട്രിബ്യൂഷൻ എന്ന് പറയാം. അപ്പം ഈ ആട്രിബ്യൂഷനിൽ എറേഴ്സ് ഉണ്ട്. അപ്പം മറ്റുള്ളവരുടെ ബിഹേവിയേഴ്സിന് നമ്മൾ എന്ത് കാരണം കണ്ടെത്തും? ഒരു വ്യക്തി കരയുന്നത് എന്താണ് അതിന്റെ കാരണം? ഒരു വ്യക്തി ക്ലാസ് അപ്പം അവിടെ പല എറേഴ്സും നമ്മൾ സംഭവിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ
ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ, ദെൻ സെൽഫ് സെർവിംഗ് ബയസ്, ഡിഫെൻസീവ് ആട്രിബ്യൂഷൻ, ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തിസിസ്, എല്ലാം നല്ലതിനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തിസിസ് നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. സോ അവിടെ നമ്മളുടെ ചിലപ്പോൾ ചില തെറ്റുകൾ അല്ലെങ്കിൽ നമ്മളുടെ ചിന്താഗതിയിൽ ചിലപ്പോൾ തെറ്റുകൾ വരാറുണ്ട്. അതുപോലെ ഞാൻ മോശമാണ് എന്നുള്ള ധാരണകൾ വരുന്നത്. സോ ദാറ്റ് ഇസ് ഡിഫെൻസീവ് ആട്രിബ്യൂഷൻ. എനിക്ക് എല്ലാം മോശമായിട്ടേ വരുള്ളൂ എന്ന് പറയുന്നത്. സോ ദാറ്റ് മേ കോസ് ഡിപ്രഷൻ among people. ദെൻ സെൽഫ് സെർവിംഗ് ബയസ്, അതായത് എനിക്കൊരു പ്രശ്നം വന്നാൽ അതിന്റെ കാരണക്കാരൻ സിറ്റുവേഷൻസ് ആണ്, മറ്റുള്ളവർക്ക് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അവനവൻ തന്നെയാണ്, അല്ലെങ്കിൽ അവര് തന്നെയാണ് അതിന്റെ കാരണം എന്ന് പറയുന്നതിനാണ് എറേഴ്സ് എന്ന് പറയുന്നത്. സോ അതാണ് ആട്രിബ്യൂഷൻ എറേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് അഗ്രഷനിലും നമുക്ക് ആ കൾച്ചറൽ ഡിഫറൻസസ് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ കൾച്ചറിനനുസരിച്ച് അഗ്രഷൻ ലെവലിൽ നമുക്ക് വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കും. ദെൻ പേഴ്സൺ പെർസെപ്ഷൻ, അട്രാക്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ്. അപ്പൊ അവിടെ പ്രൈമസി എഫക്റ്റ്, റീസൻസി എഫക്റ്റ്, ദെൻ ഫേഷ്യൽ റെക്കഗ്നീഷൻ, ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊരു കൾച്ചറൽ ഡിഫറൻസസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണെങ്കിലും ഒരു ലോങ് ടേം ഇന്റർ കൾച്ചറൽ ഫ്രണ്ട്ഷിപ്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്റർ കൾച്ചറൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്സ്, അത് എപ്പോഴും ഒരു പോസിറ്റീവ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് പറയുന്നത്. സോ ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ ആ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇന്റർ കൾച്ചറൽ റിലേഷൻഷിപ്പ്, ഇതെല്ലാം അനുസരിച്ച് നമ്മളുടെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇത്രയാണ് നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇന്നിപ്പോൾ 2 യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് തീർത്തത്, സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആൻഡ് പ്രോസസ്സസ്. അടുത്ത ക്ലാസ് വരയ്ക്കും. നന്ദി, നമസ്കാരം.